ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 20/1/2024 മുതൽ 26/1/2024 വരെയുള്ള കറണ്ട് അഫയേഴ്സ് ആണ്. കഴിഞ്ഞ വീക്കത്തെ എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 25 കറണ്ട് അഫയേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അതിൽ ആദ്യത്തെ കറണ്ട് അഫയർ എന്താണെന്നുള്ളത് നോക്കാം. ഓക്കെ, ആദ്യത്തെ ന്യൂസ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. എന്താണ് ആദ്യത്തെ ന്യൂസ് വരുന്നത്? ബംഗാള ലാംഗ്വേജ് ആണ് വരുന്നത്. ശ്രദ്ധിക്കുക, ഈ ആഴ്ചത്തെ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് ഒരു പരിധിവരെ എന്താണ് ഈ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ 8ാമത്തെ ഷെഡ്യൂളുകൾ അല്ലെങ്കിൽ 8ാമത്തെ ഷെഡ്യൂളും ലാംഗ്വേജ് ഒക്കെ ആയിട്ടാണ് ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ആദ്യത്തെ കറണ്ട് അഫയർ എന്ന് പറയുന്നത് എന്താണ്? ബംഗാള ലാംഗ്വേജ് ആണ്. ഓക്കെ, എന്താണ് ഇത് കറണ്ട് അഫയർ ആയി വരാൻ കാരണം? എന്താണ്? റീസെന്റ് the West Bengal Chief Minister made headline with two distinct pursuits, advocating for classical language status for Bangala, which is the world's 7th most spoken language, and seeking national fair status for Gangasagar Mela. Okay, അതായത് വെസ്റ്റ് ബംഗാളിലെ ചീഫ് മിനിസ്റ്റർ എന്താണ് രണ്ട് ആവശ്യങ്ങളാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഒന്നെന്താണ്? ബംഗാള ലാംഗ്വേജിന് എന്ത് കൊടുക്കണം? ക്ലാസിക്കൽ ലാംഗ്വേജ് പദവി കൊടുക്കണം. അത് കാരണം എന്താണ്? ലോകത്തിലെ തന്നെ 7th മോസ്റ്റ് സ്പോക്കൺ ലാംഗ്വേജ് ആണ് എന്നും അതുപോലെ തന്നെ എന്താണ് പിന്നെ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് എന്താണ്? ഗംഗാസാഗർ മേളയ്ക്ക് എന്ത് കൊടുത്തിരിക്കണം? ഒരു നാഷണൽ ഫെയർ സ്റ്റാറ്റസും കൊടുക്കണം എന്നാണ് ഇതെന്താണ് കറണ്ട് അഫെയറിൽ വരാൻ കാരണം. ഓക്കെ, എന്താണ് ക്ലാസിക്കൽ ലാംഗ്വേജ് എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ക്ലാസിക്കൽ ലാംഗ്വേജ് എന്നതുകൊണ്ട് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ നിലവിൽ എത്ര ക്ലാസിക്കൽ ലാംഗ്വേജസ് ആണ് നിലവിൽ നമുക്കുള്ളത് അറിയാവോ? എത്ര ക്ലാസിക്കൽ ലാംഗ്വേജസ് ആണ് നമുക്കുള്ളതെന്ന് അറിയാവോ? അറിയെങ്കിൽ ഒന്ന് ഉത്തരം എന്ത് ചെയ്യാം, കമന്റ് ചെയ്യാം. അപ്പൊ നമുക്ക് ആദ്യം നോക്കാം എന്താണ് ഗംഗാസാഗർ മേള. ഓക്കെ, എന്താണ് ഗംഗാസാഗർ മേള എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? വിച്ച് ടേക്സ് പ്ലേസ് ഡ്യൂറിങ് മകർ സംക്രാന്തി, അഥവാ ഏകദേശം ഒരു മകർ സംക്രാന്തി മിഡ് ജനുവരിയിലാണ് എന്ത് ചെയ്യുന്നത് ഇത് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഈസ് സെഡ് ടു ബി ഇന്ത്യ സെക്കൻഡ് ലാർജസ്റ്റ് പിൽഗ്രിമേജ് ഗാദറിംഗ് ആഫ്റ്റർ ദ കുംഭമേള. അതായത് കുംഭമേളയ്ക്ക് ശേഷം വരുന്ന ഇന്ത്യയിലെ തന്നെ എന്താണ് സെക്കൻഡ് ലാർജസ്റ്റ് പിൽഗ്രിമേജ് ഗാദറിംഗ് ആണ് ഏതാന്ന് വിളിക്കുന്നത്? ഗംഗാസാഗർ മേള എന്ന് വിളിക്കുന്നത്. ഇതെപ്പോഴാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മകർ സംക്രാന്തി അഥവാ ഒരു മിഡ് ജനുവരിയിലാണ് എന്ത് ചെയ്യുന്നത് ഇത് സെലിബ്രേറ്റ് ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക നമുക്ക് കാണാൻ സാധിക്കാം. This annual pilgrimage draws millions to Sagar Island at the confluence of the Ganga Sagar and Bay of Bengal and commemorate the legendary king Bhagirath's descent of the Ganges to earth. Okay, അപ്പൊ ഇത് എന്തുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്? ഓക്കെ, ഈ ഗംഗാസാഗർ മേള എന്തുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് എന്നാണ് പറയുന്നത്? ഒരു ആനുവൽ പിൽഗ്രിമേജ് ആണ്. എവിടെയാണ്? സാഗർ ഐലാൻഡിലാണ് എന്ത് ചെയ്യുന്നത് ഇത് കാണപ്പെടുന്നതായിട്ട് കാണാൻ പറ്റുക. ആരുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ്? കിങ് ഭഗീരഥന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇത്തരം ഒരു കാര്യം സെലിബ്രേറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റാം. അപ്പൊ നമുക്കറിയാം ഇത്തരം ഒരു കറണ്ട് അഫെയർ വന്നിരിക്കുന്നത് എവിടെ നിന്നാണ്? ആർട്ട് ആൻഡ് കൾച്ചർ റിലേറ്റഡ് ആണല്ലേ. നമ്മുടെ ആർട്ട് ആൻഡ് കൾച്ചർ റിലേറ്റ് ചെയ്തിട്ട് സ്റ്റാറ്റിക് ജി കെയിലൊക്കെ ചോദിക്കാവുന്ന രീതിയിലുള്ള കറണ്ട് അഫെയർ ആണ് എന്ത് ചെയ്തിരിക്കുന്നത് വന്നിട്ടുള്ളതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക നമുക്ക് കാണാൻ പറ്റാം. അപ്പോൾ ഇത്തരം ഒരു ന്യൂസ് വരുമ്പോൾ ബാക്കിയുള്ള പല കാര്യങ്ങളെ കുറിച്ച് എന്ത് ചെയ്യാം ചോദിക്കാം. ഇപ്പൊ അദ്ദേഹം ഇവിടെ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്താണ്? ഈ ഗംഗാസാഗർ മേളയ്ക്ക് എന്ത് കൊടുക്കണം എന്നാണ് പറയുന്നത്? നാഷണൽ സ്റ്റാറ്റസ് കൊടുക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, നാഷണൽ ഫെസ്റ്റിവൽ സ്റ്റാറ്റസ് എന്നാണ് കൊടുക്കണം എന്നാണ് എന്ത് ചെയ്യുന്നത് ആവശ്യപ്പെടുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ എന്താണ് ഈ നാഷണൽ സ്റ്റാറ്റസിന്റെ ബെനിഫിറ്റ് എന്ന് നമുക്ക് എന്ത് ചെയ്യാം ആദ്യം നോക്കാം. ഓക്കെ, എന്താണ് നാഷണൽ സ്റ്റാറ്റസിന്റെ ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? Eventing a Mela to national status would bring the increase in the central funding and the Inter-Bengal infrastructure development, potentially boosting the tourism and economic activity in the West. അതായത് ഇത്രയേ ഉള്ളൂ. അപ്പൊ ഏതെങ്കിലും ഒരു ഫെസ്റ്റിവൽ, ഓക്കെ, നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഫെസ്റ്റിവല് അതിനെ നമ്മൾ എന്തിന്റെ ഭാഗമാക്കി എന്ന് വെക്കുക? നാഷണൽ സ്റ്റാറ്റസിന്റെ ഭാഗമാക്കി എന്ന് വെക്കുക. ഓക്കെ, നമ്മൾ അതിനെ എന്തിന്റെ ഭാഗമാക്കി മാറ്റുന്നു? നാഷണൽ സ്റ്റാറ്റസിന്റെ ഭാഗമാക്കി എന്ന് വെക്കുക. അങ്ങനെ നാഷണൽ സ്റ്റാറ്റസിന്റെ ഭാഗമാക്കുകയാണെന്നുണ്ടെങ്കിൽ അത്തരം ഒരു ഫെസ്റ്റിവല് സെലിബ്രേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്താണ് സെൻട്രൽ ഗവൺമെന്റിന്റെ എന്താണ് ഫണ്ട് ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, അത്തരം ഒരു ഫെസ്റ്റിവല് സെലിബ്രേറ്റ് ചെയ്യുന്നത് നമുക്ക് ആരുടെ ഫണ്ട് കിട്ടും? സെൻട്രൽ ഗവൺമെന്റിന്റെ ഫണ്ട് കിട്ടും. അതുപോലെ തന്നെ ഇത് ഏതിനെ ബൂസ്റ്റ് ചെയ്യും എന്നാണ് പറയുന്നത്? ടൂറിസത്തെ എന്ത് ചെയ്യും? ബൂസ്റ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. ഓക്കെ, അതാണ് ഏതിന്റെ ബെനിഫിറ്റ് എന്ന് വിളിക്കുന്നത്? നാഷണൽ സ്റ്റാറ്റസിന്റെ ബെനിഫിറ്റ്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട വരാവുന്ന മേളകൾ വേണമെങ്കിൽ എന്ത് ചെയ്യാം നമുക്ക് കറണ്ട് അഫെയറുമായി ബന്ധപ്പെട്ട് ചോദിക്കാം. ഉദാഹരണമായിട്ട് അതിലൊന്നാണ് കുംഭമേള. നമ്മൾ പറഞ്ഞു കുംഭമേളയ്ക്ക് ശേഷം വരുന്നതാണ് ഇത്. അതിലൊന്നാണ് കുംഭമേള. നമുക്കറിയാം ഇറ്റ് ഈസ് സെലിബ്രേറ്റഡ് 4 times every 12 years. ഓക്കെ, എപ്പോഴാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്? എവറി 12 years കൂടുമ്പോൾ 4
സമയങ്ങളിലായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതായത് കുംഭമേള എന്ന് പറയുന്നത് ഓരോ 12 വർഷം കൂടുമ്പോഴാണ്. അത് 4 വട്ടം നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. 4 വട്ടം സെലിബ്രേറ്റ് ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 4 സ്ഥലങ്ങളിലായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഉദാഹരണമായിട്ട് അലഹബാദ്, ഹരിദ്വാർ, ഉജ്ജയിൻ, നാസിക്. ഇങ്ങനെ 4 സ്ഥലങ്ങളിലായിട്ടാണ് എന്ത് ചെയ്യുന്നത്, കുംഭമേള എന്ത് ചെയ്യുന്നത്, സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇനി എപ്പോഴാണ് കുംഭമേള സെലിബ്രേറ്റ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴാണ്, ഓരോ 12 വർഷം കൂടുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, കുംഭമേള സെലിബ്രേറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റുക. വേണമെങ്കിൽ ചോദിക്കാം, എവിടേക്കാണ് കുംഭമേള സെലിബ്രേറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടേക്കാണ്, അലഹബാദിൽ എന്ത് ചെയ്യാറുണ്ട്, സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഹരിദ്വാറിൽ എന്ത് ചെയ്യുന്നുണ്ട്, സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഉജ്ജയിനിൽ എന്ത് ചെയ്യാറുണ്ട്, സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ എന്താണ്, നാസിക്കിലുമാണ് നമ്മൾ എന്ത് സെലിബ്രേറ്റ് ചെയ്യാറ്, കുംഭമേള സെലിബ്രേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അർദ്ധ ഓർ ഹാഫ് കുംഭമേള. എന്താണ് അർദ്ധ അല്ലെങ്കിൽ ഹാഫ് കുംഭമേള എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഈസ് ഹെൽഡ് അറ്റ് ഓൺലി 2 places. ഇത് എവിടെ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, 2 സ്ഥലങ്ങളിൽ മാത്രമേ എന്ത് ചെയ്യാറുള്ളൂ, പ്ലേസ് ചെയ്യാറുള്ളൂ. എവിടേക്കാണ്, ഒന്ന് പ്ലേസ് ചെയ്യുന്ന എവിടെയാണ്, ഹരിദ്വാറിലും, 2 എവിടെയാണ്, അലഹബാദിലുമാണ് പ്ലേസ് ചെയ്യുന്നത്. എത്ര വർഷം കൂടുമ്പോഴാണ്, 6 വർഷം കൂടുമ്പോഴാണ്. ഓക്കെ, ഇപ്പൊ കുംഭമേള എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 12 വർഷം കൂടുമ്പോൾ 4 പ്ലേസസിലാണ് എന്ത് ചെയ്യുന്നത്, സെലിബ്രേറ്റ് ചെയ്യുന്നത് എങ്കിൽ അർദ്ധ ഓർ ഹാഫ് കുംഭമേള എന്ന് വിളിക്കുന്നത് ഏകദേശം 6 വർഷം കൂടുമ്പോൾ, 6 ഇയേഴ്സ് കൂടുമ്പോൾ 2 പ്ലേസസിലാണ് എന്ത് ചെയ്യുന്നത്, സെലിബ്രേറ്റ് ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. അതുപോലെ തന്നെ എന്താണ്, പിന്നെ വരുന്നതാണ് ഏത്, മഹാകുംഭമേള എന്ന് പറയുന്നത്. അതെപ്പോഴാണ്, ഓരോ 144 വർഷം കൂടുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, സെലിബ്രേറ്റ് ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ സാധിക്കും. ക്ലിയർ. ഇനി പിന്നെ വരുന്നതാണ് ഇത് പുഷ്കർ മേള. ഓക്കെ, എന്താണ് പുഷ്കർ മേള എന്ന് പറയുന്നത്? പുഷ്കർ മേള is the annual 5-day camel and livestock fair held in the town of പുഷ്കർ, രാജസ്ഥാൻ. അല്ലെ, രാജസ്ഥാനിലെ പുഷ്കർ ടൗണിലാണ് എന്ത് സെലിബ്രേറ്റ് ചെയ്യുന്നത്, പുഷ്കർ മേള സെലിബ്രേറ്റ് ചെയ്യുന്നത്. എന്താണ്, ഒരു 5-day ഫെസ്റ്റിവൽ ആണ്. അവിടെ എന്തൊക്കെയാണ്, ക്യാമൽ, ലൈഫ് സ്റ്റോക്സ് ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്, അതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ എന്താണ്, ഇത് എന്ത് പേരിൽ കൂടി അറിയപ്പെടുന്നുണ്ട്, പുഷ്കർ മേള എന്ത് പേരിൽ കൂടി അറിയപ്പെടുന്നുണ്ട് എന്ന് വെച്ചെങ്കിൽ ഏത് പേരിലാണ്, വേൾഡ്സ് ലാർജസ്റ്റ് കാറ്റിൽ ഫെയർസ് എന്നുള്ള പേരിലും എന്ത് ചെയ്യുന്നുണ്ട്, പുഷ്കർ മേള എന്ത് ചെയ്യുന്നുണ്ട്, അറിയപ്പെടുന്നുണ്ട്. പിന്നെ വരുന്നതാണ് ഇത് ഹെമിസ് ഗോംബ ഫെയർ എന്ന് പറയുന്നത്. ഇത് എവിടെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്, ഇൻ ദ നോർത്ത് മോസ്റ്റ് കോർണർ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ എന്താണ്, നോർത്ത് മോസ്റ്റ് കോർണറിലാണ് എന്ത് ചെയ്യുന്നത്, സെലിബ്രേറ്റ് ചെയ്യുന്നത്. ദ ചില്ലി ഡെസേർട്സ് ഓഫ് ലഡാക്ക് സെലിബ്രേറ്റ് എ 300-year-old ആനുവൽ ഫെയർ നോൺ ആസ് ദി ഹെമിസ് ഗോംബ ഫെയർ. അതായത് എന്താണ്, ഏകദേശം 300 വർഷമാണ് എന്താണ് ഇതിന് പഴക്കമുള്ളത്. എവിടെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്, ലഡാക്കിലെ ചില്ലി ഡെസേർട്സിലാണ്. ഓക്കെ, ഏകദേശം 300ഓളം വർഷമാണ് എന്താണ് ഇതിന് പഴക്കമുള്ളതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. ഇനി ഇത് ആരുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആരുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ്, ആരുടെ ബർത്ത് ആനിവേഴ്സറിക്ക് വേണ്ടിയിട്ടാണ്, ഗുരു പത്മവൻയുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത് സെലിബ്രേറ്റ് ചെയ്യുന്നത്. 2004 എന്ത് ചെയ്തിരുന്നു, ഇനി ക്ലാസിക്കൽ ലാംഗ്വേജിലേക്കാണ് വരുന്നത്. 2004 ഗവൺമെന്റ് എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്കറിയാം ക്ലാസിക്കൽ ലാംഗ്വേജസ് എന്നുള്ള പദവി കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കറിയാം, അപ്പൊ കറണ്ട് അഫെയർ റിലേറ്റ് കിടക്കുന്ന 2 കാര്യങ്ങളുമായിട്ടാണ്, ഒന്ന് ഫെസ്റ്റിവൽസുമായിട്ടും ഒന്ന് ക്ലാസിക്കൽ ലാംഗ്വേജസുമായിട്ടും. ഇനി ക്ലാസിക്കൽ ലാംഗ്വേജസിൽ പോവാണ്. 2004 എന്ത് ചെയ്യുന്നത്, ഗവൺമെന്റ് ക്ലാസിക്കൽ ലാംഗ്വേജസ് എന്നുള്ളൊരു പദവി കൊണ്ടുവരുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, നമുക്ക് നിലവിൽ എത്ര ക്ലാസിക്കൽ ലാംഗ്വേജസ് ആണ് ഇന്ത്യയിലുള്ളത്, എനിവൺ? നമുക്ക് ഇന്ത്യയിൽ നിലവിൽ എത്ര ക്ലാസിക്കൽ ലാംഗ്വേജസ് ആണുള്ളത്, എനി ഐഡിയ, എനിവൺ? അനുപമ KV, യെസ്, 6 നിലവിൽ. യെസ്, അതെ, കറക്റ്റ് ആൻസർ ആണ്. 6 ക്ലാസിക്കൽ ലാംഗ്വേജസ് ആണ് എന്ത് ചെയ്യുള്ളത്, നമുക്കുള്ളതായിട്ട് കാണാൻ പറ്റുക. ഉദാഹരണമായിട്ട് ക്ലാസിക്കൽ ലാംഗ്വേജിൽ ആദ്യം വരുന്നത് തമിഴാണ്. തമിഴിന് എപ്പോഴാണ് ആ സ്റ്റാറ്റസ് കിട്ടുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴാണ്, 2004 തമിഴിന് എന്ത് ചെയ്യുന്നുണ്ട്, ക്ലാസിക്കൽ ലാംഗ്വേജ് എന്നുള്ള പദവി കിട്ടുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. പിന്നെ വരുന്നത് സംസ്കൃത് ആണ്. സംസ്കൃതിന് എപ്പോഴാണ്, 2005 എന്ത് ചെയ്യുന്നത്, ക്ലാസിക്കൽ ലാംഗ്വേജ് എന്നുള്ള പദവി കിട്ടുന്നത്. പിന്നീട് വരുന്ന ഏതാണ്, തെലുങ്കു ആണ്. തെലുങ്കുവിന് 2008 എന്ത് ചെയ്യുന്നത്, ആ പദവി കിട്ടുന്നത്. 4ാമത് വരുന്നത് കന്നഡയാണ്. കന്നഡയ്ക്ക് എപ്പോഴാണ്, 2008. മലയാളത്തിന് ഏകദേശം 2013. ഒഡിയയ്ക്ക് ഏകദേശം 2014 എന്ത് ചെയ്യുന്നത്, ഈ പദവി കിട്ടുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതിന്റെ കൂടെ തന്നെയാണ് ഏതാണ്, ബംഗാള ലാംഗ്വേജും എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം എന്ന് എന്ത് ചെയ്യുന്നത്, ആവശ്യപ്പെടുന്നതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, ഇതാണ് എന്താണ് ആദ്യത്തെ കറണ്ട് അഫെയർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഏതാണ് ആദ്യത്തെ കറണ്ട് അഫെയർ. ഇനി നെക്സ്റ്റ് കറണ്ട് അഫെയറിലേക്ക് എന്താണ് നെക്സ്റ്റ് കറണ്ട് അഫെയർ എന്ന് പറയുന്നത്, ഓപ്പറേഷനെ കുറിച്ചാണ്. അല്ലെ, ഏത് ഓപ്പറേഷനെ കുറിച്ചാണ് പറയുന്നത്, ഓപ്പറേഷൻ സർവശക്തിയാണ്. ഇന്റൻസീവ് ആന്റി ടെറർ ഡ്രൈവ് ഇൻ ജമ്മു കാശ്മീർ. അതായത് ജമ്മു കാശ്മീരിൽ എന്താണ് ഗവൺമെന്റ് നടപ്പിലാക്കിയിരിക്കുന്ന ആന്റി ടെറർ ഡ്രൈവ് ആയ ഓപ്പറേഷൻ സർവശക്തിയെ കുറിച്ചാണ് എന്താണ് 2ാമത്തെ കറണ്ട് അഫെയർ. എന്താണ് പറയുന്നത്,
The Indian Army launched Operation Sarva Shakti, a strategic initiative aimed at the eliminating terrorists responsible for a series of ambushes on the Indian troops of in the Rajgauri and Poonch regions of Jammu Kashmir. അല്ലെ, ജമ്മു കാശ്മീരിലെ പൂഞ്ച് അതുപോലെ തന്നെ എന്താണ് രാജഗൗരി തുടങ്ങിയ റീജിയൻസിൽ എന്താണ് ടെറർ ഗ്രൂപ്പിനെതിരായിട്ട് എന്താണ് കൊണ്ടുവന്ന ഓപ്പറേഷൻ ആണ് ഏതെന്ന് വിളിക്കുന്ന ഓപ്പറേഷൻ സർവശക്തി. അപ്പൊ ഇത്തരം ഒരു കറണ്ട് അഫെയർ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇത്രയും കാലം ഇന്ത്യൻ മിലിറ്ററി നടത്തിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓപ്പറേഷൻസ് ഒക്കെ എന്ത് ചെയ്യണം, നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. അത് ഞാനിപ്പോൾ ഇവിടെ പറയുന്നില്ല, അത് ജസ്റ്റ് നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്യാം. ഓക്കെ, ഇമ്പോർട്ടന്റ് ആയിട്ട് ഇത്രയും കാലം ഇന്ത്യൻ ആർമി നടത്തിയ ഓപ്പറേഷൻസ് ഒക്കെ എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന്, ഏറ്റവും എല്ലാ ഓപ്പറേഷൻസും വേണമെന്നല്ല പറയുന്നത്, മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്ത് ചെയ്യാം ഓപ്പറേഷൻസ് ഒക്കെ എന്ത് ചെയ്യാം ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. വേണമെങ്കിൽ എന്ത് ചെയ്യാം, എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ഭാഗമാണ് ഏതെന്ന് പറയുന്നത്. ഇത്തരം ഒരു കറണ്ട് അഫെയർ വരുമ്പോൾ എന്ത് ചെയ്യാറുണ്ട്, ഇത്തരം ചോദ്യങ്ങൾ എന്ത് ചെയ്യാറുണ്ട്, സാധാരണ എക്സാമിനേഷൻ വരാറുണ്ട്. ഇനി ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകണം. ദ ചിനാർ ക്രോപ്സ് ഇൻ ദ ശ്രീനഗർ ആൻഡ് വൈറ്റ് നൈറ്റ് ക്രോപ്സ് ഇൻ ദ നഗോത്ര വിൽ കണ്ടക്ട് simultaneous operation as the part of this initiative. The operation is on the line Operation Sarva Panish of 2003, which was launched against terrorists south and Pir Panjal range, which lasted 3 months and resulted in the elimination of nearly 100 terrorists. അതായത് നമുക്കറിയാം, ഈ ജമ്മു കാശ്മീർ എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ സ്റ്റാറ്റസ് ഉള്ള സംസ്ഥാനമായിരുന്നു അല്ലെ. അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 370 പ്രകാരവും അതുപോലെ തന്നെ ആർട്ടിക്കിൾ 35A പ്രകാരവും നമ്മൾ എന്ത് കൊടുത്തിരുന്നു, ജമ്മു കാശ്മീരിൽ ഒരു സ്പെഷ്യൽ സ്റ്റാറ്റസ് കൊടുത്തിരുന്നു. എന്താണ് ഈ സ്പെഷ്യൽ സ്റ്റാറ്റസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഉദാഹരണമായിട്ട് ജമ്മു കാശ്മീർ എടുക്കുകയാണെങ്കിൽ അവർക്ക് സെപ്പറേറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിരിക്കും. അവർക്ക് സെപ്പറേറ്റ് എന്തുണ്ടായിരിക്കും, കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നാഷണൽ ആന്തം എടുക്കുകയാണെങ്കിൽ എന്താണ്, നാഷണൽ ആന്തം എന്തായിരിക്കും, സെപ്പറേറ്റ് ആയിരിക്കും. അതുപോലെ തന്നെ എന്താണ്, നാഷണൽ ഫ്ലാഗ് എന്തായിരിക്കും, സെപ്പറേറ്റ് നാഷണൽ ഫ്ലാഗ് ആയിരിക്കും. അതുപോലെ തന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പൂർണ്ണമായിട്ടും ആർക്ക് ബാധകമല്ല, ജമ്മു കാശ്മീരിന് ബാധകമല്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ജമ്മു കാശ്മീർ ഇന്ത്യയുടേതാണോ അല്ലെങ്കിൽ പാകിസ്ഥാന്റേതാണോ എന്നുള്ളൊരു ഇഷ്യൂ എന്ത് ചെയ്യുന്നുണ്ട്, നിലനിന്നിരുന്നു അല്ലെ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് തന്നെ ഏറ്റവും കൂടുതൽ ടെററിസ്റ്റുകൾ ഉള്ളൊരു റീജൺ ആയിട്ടാണ് ജമ്മു കാശ്മീരിനെ ആര് കണക്കാക്കുന്നത്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്ത് ചെയ്യുന്നത്, കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള മിലിറ്ററി ഓപ്പറേഷൻസ് കണ്ടിന്യൂ ആയിട്ട് നമ്മൾ എവിടെ പലപ്പോഴും നടത്താറുണ്ട്, ജമ്മു കാശ്മീരിൽ പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ കണ്ടക്ട് ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത്തരം ഒരു ഓപ്പറേഷൻസും കണ്ടക്ട് ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ 2003 എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഏത് പറഞ്ഞിട്ടുണ്ട്, സർവപനിഷ് ഓപ്പറേഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് എവിടെയാണ് ലോഞ്ച് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിർപ്പാഞ്ചൽ റേഞ്ചസിലാണ് എന്ത് ചെയ്യുന്നത്, ഇത് ലോഞ്ച് ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. ഏകദേശം 3 മാസത്തോളമാണ് എന്ത് ചെയ്ത് ഇത് നീണ്ടു നിന്നത്. ഏകദേശം 100ഓളം ടെററിസ്റ്റുകളെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇന്ത്യൻ ആർമിക്ക് ഒഴിവാക്കാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്തരം ഓപ്പറേഷൻസ് ഒക്കെ എവിടെ നടക്കാറുണ്ട്, ജമ്മു കാശ്മീരിൽ നടക്കാറുണ്ട്. അപ്പൊ അത്ര നടന്ന മിലിറ്ററി ഓപ്പറേഷൻസ് ഒക്കെ എന്ത് ചെയ്യുക, ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കാം. നെക്സ്റ്റ് കറണ്ട് അഫെയർ, ആന്ധ്ര became the second state to take the caste census. ഓക്കെ, അതായത് എന്താണ്, കാസ്റ്റ് സെൻസസ് എടുക്കുന്ന രണ്ടാമത്തെ സ്റ്റേറ്റ് ആണ് ഏത് എന്നാണ് പറയുന്നത്, ആന്ധ്ര. എന്താണ് ന്യൂസ്, a special phone app has been designed the government to conduct the census. Andhra Pradesh has become the second state in the country after Bihar to launch a caste census. അതായത് ബീഹാറിന് ശേഷം കാസ്റ്റ് സെൻസസ് എടുക്കുന്ന രണ്ടാമത്തെ സംസ്ഥാനമാണ് ഏതെന്ന് വിളിക്കുന്നത്, ആന്ധ്ര. അപ്പൊ ആദ്യമായിട്ട് കാസ്റ്റ് സെൻസസ് കണ്ടക്ട് ചെയ്ത സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്, ബീഹാറാണ്. ബീഹാറിന് ശേഷമാണ് പിന്നീട് ആര് വരുന്നത്, ആന്ധ്രാപ്രദേശ് വരുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ബീഹാറിന് ശേഷമാണ് ആര് വരുന്നത്, ആന്ധ്രാപ്രദേശ് എന്ത് ചെയ്യുന്നത്, വരുന്നതായിട്ട് കാണാൻ പറ്റാം. ഇതിന് വേണ്ടിയിട്ട് അവരെന്താണ് ഒരു സ്പെഷ്യൽ ഫോൺ ആപ്പ് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ആന്ധ്രയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ലോഞ്ച് ചെയ്തിട്ടുണ്ട്. മോർ ദാൻ 700 കാസ്റ്റ് ഗ്രൂപ്പ്സ് ആർ അവൈലബിൾ ഓൺ ദ മൊബൈൽ ആപ്ലിക്കേഷൻ ഫോർ ദ പബ്ലിക് ചൂസ് ദയർസ്. ദ നോ കാസ്റ്റ് ഓപ്ഷൻ ഹാസ് ആൾസോ ബീൻ പ്രൊവൈഡഡ്. അതുപോലെ തന്നെ 700ഓളം എന്താണ് കാസ്റ്റുകൾ എന്താണ് ഈ മൊബൈൽ ആപ്പിൽ ലഭ്യമാണ്. അവരുടെ കാസ്റ്റ് ഏതാണെന്ന് വെച്ചാൽ അവർക്ക് എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ നോ കാസ്റ്റ് എന്നുള്ള ഓപ്ഷൻ എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാം എന്നുള്ളതാണ്. നമുക്കറിയാം ഇത് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യയുടെ വിധിയാണ് ഏതെന്ന് വിളിക്കുന്നത് ഈ നോ കാസ്റ്റ് എന്നുള്ള കാര്യം. അതായത് സുപ്രീം കോർട്ട് പറഞ്ഞിരിക്കുന്ന മതത്തിൽ വിശ്വസിക്കാത്തവർക്ക് അതിന് എന്തിനുള്ള അവകാശം ഉണ്ടെന്നുള്ളതാണ്. നോ കാസ്റ്റ് എന്ന് സെലക്ട് ചെയ്യാനുള്ള അവകാശം വേണം, അത് പബ്ലിക് എക്സാംസിലടക്കം വേണമെന്നാണ് അവരുടെ വിധി എന്ന് വിളിക്കുന്നത്, സുപ്രീം കോർട്ടിന്റെ കുറച്ചു കാലം മുമ്പുള്ള വിധി. അതുമായി ബന്ധപ്പെട്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ നോ കാസ്റ്റ് എന്നുള്ള ഓപ്ഷനും എന്താണ് ആഡ് ചെയ്തായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ സാധിക്കും.
ഇനി ഇതിന്റെ സെൻസസിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെ സെൻസസ് വരുന്നപ്പോഴാണ് 1881 എന്ത് ചെയ്യുന്നത് സെൻസസ് വരുന്നത്. അതുപോലെ തന്നെ ദ സോഷ്യോ എക്കോണമിക് ആൻഡ് കാസ്റ്റ് സെൻസസ് വരുന്നപ്പോഴാണ് 1931 വിത്ത് ദ പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് ഗാദറിംഗ് ഡാറ്റ ഓഫ് എക്കോണമിക് സ്റ്റാറ്റസ് ഓഫ് ഇന്ത്യൻ ഫാമിലീസ് ഇൻ ബോത്ത് റൂറൽ ആൻഡ് അർബൺ ഏരിയാസ്. അതായത് ദ സോഷ്യോ എക്കോണമിക് ആൻഡ് കാസ്റ്റ് സെൻസസിന്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റൂറൽ ഏരിയാസിലുള്ളതും അതുപോലെ തന്നെ എന്താണ് അർബൺ ഏരിയാസിലുള്ള ആളുകളുടെ അഥവാ ഇന്ത്യൻ ഫാമിലീസിന്റെ എന്ത് ചെയ്യുക എക്കോണമിക് സ്റ്റാറ്റസ് കണ്ടെത്തുക എന്നുള്ളതാണ് ഏതിന്റെ ലക്ഷ്യം എന്ന് വിളിക്കുന്നത് ദ സോഷ്യോ എക്കോണമിക് ആൻഡ് കാസ്റ്റ് സെൻസസിന്റെ, അതായത് SECC എന്താണ് ലക്ഷ്യം എന്ന് വിളിക്കുന്നത്. ആൻഡ് സെൻസസ് ഓഫേഴ്സ് എ ബ്രോഡ് ഓവർവ്യൂ ഓഫ് ദ ഇന്ത്യൻ പോപ്പുലേഷൻ ആൻഡ് SECC സെർവ്സ് ദി പർപ്പസ് ഓഫ് ഐഡന്റിഫൈങ് റെസിപ്പിയന്റ് എലിജിബിൾ ഫോർ സ്റ്റേറ്റ് സപ്പോർട്ട്. അതുപോലെ തന്നെ എന്താണ് സെൻസസിന്റെ ലക്ഷ്യം എന്താണ് ഇന്ത്യൻ പോപ്പുലേഷനെ കുറിച്ച് ഒരു ഓവറോൾ ഐഡിയ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണെങ്കിൽ SECCയുടെ ലക്ഷ്യം എന്താണ് പറയുന്നത്, അതായത് സ്റ്റേറ്റിന്റെ സപ്പോർട്ട് വേണ്ട എലിജിബിൾ ആയ ആളുകളെ എന്ത് ചെയ്യുക കണ്ടെത്തുക എന്നുള്ളതാണ്. ഓക്കെ, ഇംപ്ലിമെന്റേഷൻ ഓഫ് കാസ്റ്റ് സെൻസസ് എന്ന് പറയുന്ന ഏതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് ആർട്ടിക്കിൾ 340 എന്ത് ചെയ്യുന്നത് ബന്ധപ്പെട്ട് കിടക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക നമുക്ക് കാണാൻ സാധിക്കുക. എന്താണ് പറയുന്നത്, there is a mandate to appoint a commission to examine the conditions of socially and educationally backward classes and provide recommendations gathering the measures that government should take. അതായത് എന്താണ് പറയുന്നത്, ഉദാഹരണമായിട്ട് ആർട്ടിക്കിൾ 340 പ്രകാരം എന്ത് ചെയ്യണം ഒരു കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യണമെന്നും അതുപോലെ തന്നെ അതിലെ എന്താണ് നമ്മുടെ രാജ്യത്തുള്ള സോഷ്യലി അതുപോലെ തന്നെ എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് ആയ ആളുകളെ എന്ത് ചെയ്യണം കണ്ടുപിടിക്കണമെന്നും എവിടെ പറയുന്നുണ്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് കാണാൻ പറ്റും. ഏത് ആർട്ടിക്കിളാണ് പറയുന്നത്, ആർട്ടിക്കിൾ 340 എന്ത് ചെയ്യുന്നത് അത്തരം ഒരു കാര്യം പറയുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക നമുക്ക് കാണാൻ സാധിക്കുക എന്നുള്ളതാണ്. ക്ലിയർ. നെക്സ്റ്റ് കറണ്ട് അഫെയർ ആണ് ഇത് ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് കറണ്ട് അഫെയർ ആണ് ഇത് ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ്. ആൻഡ് വൺ മോർ തിങ്, ഞാനിവിടെ പറഞ്ഞു ആർട്ടിക്കിൾ 340 കാര്യം പറഞ്ഞു, ഒരു കാര്യം ചോദിക്കാൻ വിട്ടുപോയി. വേണമെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കറണ്ട് അഫെയർ ഒക്കെ വരുമ്പോൾ വേണമെങ്കിൽ ചോദിക്കാട്ടോ, നിലവിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ എത്ര ആർട്ടിക്കിൾസ് ഉണ്ട്. ഓക്കെ, സിമ്പിൾ ആയിട്ട് ചിലപ്പോൾ GK ഷിഫ്റ്റ് എളുപ്പമാണെങ്കിൽ വരാവുന്ന ചോദ്യമാണ് എത്ര ആർട്ടിക്കിൾസ് ഉണ്ട്, അതുപോലെ തന്നെ എത്ര ഷെഡ്യൂളുകൾ ഉണ്ട്, അല്ലെങ്കിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ എത്ര പാർട്സ് ഉണ്ട് എന്നൊക്കെ എന്ത് ചെയ്യാം ചോദിക്കാവുന്ന കാര്യമാണ്. ആർക്കെങ്കിലും അറിയുമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് മെസ്സേജ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുന്ന സമയത്ത് എത്ര ആർട്ടിക്കിൾസ് ഉണ്ടായിരുന്നു, ഷെഡ്യൂൾസ് ഉണ്ടായിരുന്നു, പാർട്സ് ഉണ്ടായിരുന്നു എന്ന് പറയാം. അതുപോലെ തന്നെ നിലവിൽ എത്ര ആർട്ടിക്കിൾസും എത്ര ഷെഡ്യൂൾസും എത്ര പാർട്സുമാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉള്ളത് എന്നുള്ള കാര്യം എന്ത് ചെയ്യാം അറിയുമെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യാം ഒന്ന് മെസ്സേജ് ചെയ്യാം. നെക്സ്റ്റ് കറണ്ട് അഫെയർ ദ ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ്. ഓക്കെ, നെക്സ്റ്റ് കറണ്ട് അഫെയർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് ആണ് ഇത് നെക്സ്റ്റ് കറണ്ട് അഫെയർ എന്ന് വിളിക്കുന്നു. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം ആ കറണ്ട് അഫെയറിലേക്ക് പോവാം. എന്താണ് ഹൗ ഡു യു പ്ലാൻ ടു സേവ് ഇന്ത്യൻ ബസ്റ്റാർഡ്, സുപ്രീം കോർട്ട് ആസ്ക്ഡ് ടു ഗവൺമെന്റ്. ഓക്കെ, സുപ്രീം കോർട്ട് നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റിനോട് എന്താണ് ചോദിച്ച ചോദ്യമാണ്, എങ്ങനെയാണ് ഈ ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ്സിനെ സേവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, അതായത് എങ്ങനെയാണ് അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് എന്താണ് ചോദ്യം എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കി നോക്കാം ഇവിടെ കൊടുത്തിരിക്കുന്ന മറുപടി അല്ലെങ്കിൽ ഗവൺമെന്റ് എന്താണ് ഇവിടെ ചെയ്യുന്നത് എന്ന് നോക്കാം. ഓക്കെ, എന്താണ് സ്റ്റേറ്റ് ബേർഡ് എന്ന് വിളിക്കുന്നത് ഏതാണ്, രാജസ്ഥാന്റെ സ്റ്റേറ്റ് ബേർഡ് ആണ് ഏതെന്ന് വിളിക്കുന്നത് ഈ ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് എന്ന് വിളിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക നമുക്ക് കാണാൻ പറ്റുക. അതുപോലെ തന്നെ എന്താണ് ഇതിന്റെ സയന്റിഫിക് നെയിം എന്താണ്, ആർക്കിഡോസ് നിക്സെപ്സ് എന്നുള്ളതാണ് എന്താണ് സയന്റിഫിക് നെയിം എന്ന് വിളിക്കുന്നത്. എന്താണ് പറയുന്നത്, reorganized as the flagship species for the grassland ecosystem, it serves as the indicator of the overall health and these habitats. And ഏത് ഹാബിറ്റേറ്റ് ആണ്, രാജസ്ഥാൻ ആൻഡ് ഗുജറാത്ത് വിത്ത് സ്മോളർ പോപ്പുലേഷൻ ഫൗണ്ട് ഇൻ മഹാരാഷ്ട്ര, കർണാടക ആൻഡ് ആന്ധ്രാപ്രദേശ്. വേണമെങ്കിൽ ചോദിക്കാം ഇത് എവിടെയൊക്കെയാണ് കാണപ്പെടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയൊക്കെയാണ് കാണപ്പെടുന്നത്. ഉദാഹരണമായിട്ട് കാണപ്പെടുന്ന ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ്, രാജസ്ഥാനിൽ എന്ത് ചെയ്യുന്നുണ്ട് കാണപ്പെടുന്നുണ്ട്, അതുപോലെ തന്നെ എന്താണ് ഗുജറാത്തിൽ എന്ത് ചെയ്യുന്നുണ്ട് കാണപ്പെടുന്നുണ്ട്, അതുപോലെ തന്നെ വളരെ കുറഞ്ഞ പോപ്പുലേഷൻ രീതിയിൽ എവിടെയൊക്കെ കാണപ്പെടുന്നുണ്ട്, മഹാരാഷ്ട്രയിൽ എന്ത് ചെയ്യുന്നുണ്ട് കാണപ്പെടുന്നുണ്ട്, കർണാടകയിൽ എന്ത് ചെയ്യുന്നുണ്ട് കാണപ്പെടുന്നുണ്ട്, അതുപോലെ തന്നെ എന്താണ് ആന്ധ്രാപ്രദേശിലും എന്ത് ചെയ്യുന്നുണ്ട് നിലവിൽ ഇത് കാണപ്പെടുന്നുണ്ട്. ഇനി IUCN സ്റ്റാറ്റസ് പ്രകാരം ഇത് എങ്ങനെയുള്ളൊരു സ്പീഷീസ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് സ്പീഷീസ് ആണ്. ഓക്കെ, IUCN സ്റ്റാറ്റസ് പ്രകാരം ഇത് എങ്ങനെയുള്ളൊരു സ്പീഷീസ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പറയുന്നത് എന്താണ് ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് സ്പീഷീസ്. എന്താണ് ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് സ്പീഷീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വംശനാശം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്പീഷീസ് ആണ് ഏത് എന്ന് വിളിക്കുന്നത് ക്രിട്ടിക്കലി
എൻഡേഞ്ചേർഡ് സ്പീഷീസ് എന്നുള്ള ഇതിൽ പെടുത്തിയിരിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. അതുപോലെ തന്നെ എന്താണ് പറയുന്നത്, കൺവെൻഷൻ ഓൺ ഇന്റർനാഷണൽ ട്രേഡ് ഇൻ എൻഡേഞ്ചേർഡ് സ്പീഷീസ് ഓഫ് വൈൽഡ് ഫ്യൂണ ആൻഡ് ഫ്ലോറ സൈറ്റ്സ് അപ്പൻഡിക്സ് 1 എന്ത് ചെയ്യുന്ന ഇതിനെക്കുറിച്ച് പറയുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 ഇത്തരം എനിമൽസിനെ കുറിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. ഈ നിയമം ഓർത്ത് വയ്ക്കുക. കാരണം നമ്മൾ പലപ്പോഴും കറണ്ട് അഫെയറിൽ ഡിസ്കസ് ചെയ്ത ലോസിൽ ഒന്നാണ് ഏത്, വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറയുന്നത്. ചിലപ്പോൾ ചോദിക്കാം ഏത് വർഷമാണ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് നിലവിൽ വന്നത് എന്നൊക്കെ ചോദിക്കാം. പലപ്പോഴും എക്സാമുകൾക്ക് ചോദിക്കാറുണ്ട്. ആക്ടുകളും അതിന്റെ ഇയേഴ്സും ചോദിക്കാറുണ്ട്. ഏതെങ്കിലും ഒരു ആക്ട് തരും, എന്നിട്ട് ഇയർ തരും, എന്നിട്ട് ഇത് ശരിയാണോ എന്നൊക്കെ എന്ത് ചെയ്യാൻ ചോദിക്കാം. അല്ലെങ്കിൽ 4 ആക്ടുകളും 4 ഇയറും തരും, എന്നിട്ട് അതിൽ മിസ്മാച്ചിങ്ങുകൾ എന്ത് ചെയ്യാൻ പറയാം, കണ്ടുപിടിക്കാൻ പറയാം എന്നുള്ളതാണ്. ഓക്കെ, അതാണ് ഈ ഒരു കറണ്ട് അഫെയർ എന്ന് വിളിക്കുന്നത്. നമുക്ക് മെസ്സേജസിലേക്ക് പോവാം. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുന്ന സമയത്ത് എത്ര ആർട്ടിക്കിൾസ് ഉണ്ടായിരുന്നു എന്ന് ഞാൻ ചോദിച്ചായിരുന്നു അല്ലേ. ശ്രദ്ധിക്കുക, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുന്ന സമയത്ത് അശ്വതി അതൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. നിലവിൽ വരുന്ന സമയത്ത് 395 ആർട്ടിക്കിളുകൾ, അതുപോലെ തന്നെ 22 ഭാഗങ്ങൾ, 8 ഷെഡ്യൂളുകളാണുള്ളത്. ഐശ്വര്യ കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഓക്കെ, ടൈപ്പ് ചെയ്തപ്പോൾ തെറ്റിപ്പോയത്. ഓക്കെ, ഫൈൻ ഫൈൻ. ഓക്കെ, ഇനി നിലവിൽ എത്ര ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ്, 448 ആർട്ടിക്കിളുകളും, അതുപോലെ തന്നെ 25 ഭാഗങ്ങളും, അതുപോലെ തന്നെ 12 ഷെഡ്യൂളുകളുമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, കാണാൻ പറ്റുക. ഓക്കെ, ക്ലിയർ? യെസ്. നെക്സ്റ്റ് വൺ, നെക്സ്റ്റ് കറണ്ട് അഫെയർ, വിജയ് രാഘവൻ പാനൽ. The 9-member Vijay Raghavan panel established by the government has recently submitted a comprehensive report addressing the concerns about the functioning of the Defense Research and Development Organization, that means DRDO. DRDO-നെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് DRDO-ന്റെ ഫങ്ഷൻസും അതുപോലെ തന്നെ അതിന്റെ കൺസേൺസും അഡ്രസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഗവൺമെന്റ് എന്ത് ചെയ്തിട്ടുണ്ട്, പുതിയൊരു പാനലിനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു 9-member പാനലാണ്. ആ പാനലിന്റെ പേരെന്താണ്, വിജയ് രാഘവൻ പാനലാണ് നിലവിൽ വന്നിരിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ സാധിക്കാം. ഓക്കെ, നമുക്ക് നോക്കി നോക്കാം എന്താണ് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. എ റീസെന്റ് പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി, ദാറ്റ് മീൻസ് PSC, ഓൺ ഡിഫൻസ് റിപ്പോർട്ട് എക്സ്പ്രസ്ഡ് concern about 23 out of 55 missions mode project of DRDO facing significant delays. അതായത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഉദാഹരണമായിട്ട് DRDOന്റെ 55 മിഷൻസ് എടുക്കുമ്പോൾ അതിൽ ഏകദേശം 23 എണ്ണത്തിനും എന്ത് ചെയ്യുന്നുണ്ട്, DRDO നിലവിൽ എന്ത് ഫേസ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നത്, ഡിലേസ് ഫേസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ CAG റിപ്പോർട്ട് പ്രകാരം, അല്ല, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യയുടെ CAGയുടെ റിപ്പോർട്ട് പ്രകാരം എന്താണ്, ഡിസംബർ 2022 റിപ്പോർട്ട് പ്രകാരം പറയുന്നത് ഏകദേശം 67%, അതായത് എന്താണ് 119 out of 178 ഓഫ് ദി പ്രൊജക്ട് എക്സാമിന്റെ ഫെയിൽഡ് ടു അതർ ദ പ്രപ്പോസ്ഡ് ടൈം ലൈൻസ്. ഇതാരുടെ റിപ്പോർട്ടാണ്, CAGയുടെ റിപ്പോർട്ടാണ് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. അതുപോലെ തന്നെ മൾട്ടിപ്പിൾ എക്സ്റ്റൻഷൻസ് വേർ സൈറ്റഡ് പ്രിലിമിനറി ഡ്യൂ ടു ഡിസൈൻ ആൾട്ടർനേഷൻ, യൂസർ ട്രയൽ ഡിലേസ് ആൻഡ് ദ സപ്ലൈ ഓർഡർ ഇഷ്യൂസ്. അതായത് നമുക്കറിയാം ഇവരാണ് എന്ത് ചെയ്യുന്ന പല കാര്യങ്ങളും ഇന്ത്യൻ ആർമിയിലേക്കൊക്കെ എന്ത് ചെയ്യുന്നത്, സപ്ലൈ ചെയ്യുന്നത്. പക്ഷെ അതിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, വലിയ രീതിയിലുള്ള ഡിലേ എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. അതിനെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആര് വന്നിരിക്കുന്നത്, വിജയ് രാഘവൻ പാനൽ വന്നിരിക്കുന്നത്. ഇത് നിങ്ങൾ കംപ്ലീറ്റ്ലി പഠിച്ചു വെക്കുന്നു വേണ്ട. ഉദാഹരണമായിട്ട് 55 മിഷൻസിൽ 23 എണ്ണം ഡിലേ ആണ് എന്ന് പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി, അതൊന്നും നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ആവശ്യമില്ല. ഇത് ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്. ഒരേ ഒരു കാര്യമാണ് നമ്മൾ പ്രധാനമായിട്ട് ഇവിടെ നോക്കേണ്ടത്, എന്തിനു വേണ്ടിയിട്ടാണ് വിജയ് രാഘവൻ പാനലിനെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്, എന്തിനെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷനെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അവരുടെ ഫംഗ്ഷനിങ്ങിനെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അതുപോലെ തന്നെ അവരുടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ അഡ്രസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഏത് പാനലിനെ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്, വിജയ് രാഘവൻ പാനലിനെ കൊണ്ടുവന്നിരിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. ഓക്കെ, നെക്സ്റ്റ് വണ്ണാണ് ഏതെന്ന് വിളിക്കുന്നത്, നെക്സ്റ്റ് കറണ്ട് അഫെയർ ആണ് ഇത്, സ്റ്റേറ്റ് സ്റ്റാർട്ടപ്പ് റാങ്കിങ് 2022. ഓക്കെ, എന്താണ് സ്റ്റേറ്റ് സ്റ്റാർട്ടപ്പ് റാങ്കിങ് 2022 എന്താണ് പറയുന്നത്? The result of the 4th edition of ranking of state on the support of startup ecosystem were released by the Ministry of Commerce and Industry. അതായത് ആരാണ് ഈ സ്റ്റേറ്റ് സ്റ്റാർട്ടപ്പ് റാങ്കിങ് റിലീസ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണ്, മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ആണ് എന്ത് ചെയ്യുന്നത്, ഇത് റിലീസ് ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. ഏകദേശം 4ാമത്തെ എഡിഷനാണ് എന്ത് ചെയ്തിട്ടുള്ളത്, നിലവിൽ റിലീസ് ചെയ്തായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. അതുപോലെ തന്നെ എത്രത്തോളം ഒരു സംസ്ഥാനം എന്ന് പറയുന്നത് എന്താണ്, സ്റ്റാർട്ടപ്പുകൾക്ക് ഇക്കോ ഫ്രണ്ട്ലി ആണോ, അല്ലെങ്കിൽ എത്രത്തോളം ബിസിനസ് ഫ്രണ്ട്ലി ആണ് എന്നുള്ളൊക്കെ ഇതിൽ പറയുന്നത്, ഇത്തരം ഒരു റാങ്കിങ്ങിൽ പറയുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക.
The Startup India initiative of the government of India envisages to build a robust startup ecosystem in the country for nurturing, innovating and providing opportunities to building enterprises. അതായത് നമുക്കറിയാം നിലവില് നമ്മുടെ നീതി ആയോഗിന്റെ ഒക്കെ പോളിസികളിൽ ഒന്നാണ് അല്ലെ മാക്സിമം എന്തിനെ പ്രൊമോട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഇത്തരം സ്റ്റാർട്ടപ്പുകളെ എന്ത് ചെയ്യുക പ്രൊമോട്ട് ചെയ്യാം. ഇത്തരം സ്റ്റാർട്ടപ്പുകളെ പ്രൊമോട്ട് ചെയ്യുക എന്ന് പറയുന്നത് ആരുടെ പോളിസിയാണ്? നമ്മുടെ നീതി ആയോഗിന്റെ ഒക്കെ പോളിസി. നമുക്കറിയാം നീതി ആയോഗിന് 2 ടൈപ്പ് പോളിസീസ് ആണുള്ളത്. ഒന്നെന്താണ് ഷോർട്ട് ടേം പോളിസീസും, രണ്ടെന്താണ് ലോങ് ടേം പോളിസീസും. ഓക്കെ, അങ്ങനെ നീതി ആയോഗിന്റെ പോളിസികളിൽ ഒന്നാണ് ഏതെന്ന് പറയുന്നത് ഇത്തരം സ്റ്റാർട്ടപ്പുകളെ എന്ത് ചെയ്യുക മാക്സിമം പ്രൊമോട്ട് ചെയ്യുക എന്ന് വിളിക്കുന്നു. വേണമെങ്കിൽ ചോദിക്കാം നീതി ആയോഗിന്റെ ചെയർമാൻ ഒക്കെ ആരാന്ന് ചോദിക്കാം. ആരാണ് നീതി ആയോഗിന്റെ ചെയർമാൻ എന്ന് വിളിക്കുന്നത്? ഓക്കെ, അതുപോലെ തന്നെ എന്താണ് മെസ്സേജ് ചെയ്യുക. നെക്സ്റ്റ് വൺ, ദ ഡിപ്പാർട്ട്മെന്റ് ഫോർ പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇന്റേണൽ ട്രേഡ് DPIIT under the Ministry of Commerce and Industry has been conducting the state startup ranking exercise since 2018. അതായത് 2018 മുതൽ എന്താണ് പറയുന്നത് മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ഓഫ് പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇന്റേണൽ ട്രേഡ് എന്ന് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. സ്റ്റേറ്റ് സ്റ്റാർട്ടപ്പ് റാങ്കിങ് എന്ത് ചെയ്യുന്നുണ്ട് കണ്ടക്ട് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റുക. ഏത് വർഷം മുതലാണ് കണ്ടക്ട് ചെയ്യുന്നത്? 2018 മുതലാണ് എന്ത് ചെയ്യുന്നത് കണ്ടക്ട് ചെയ്യുന്നത് അല്ലെ. ഐശ്വര്യ അനുപമ, യെസ്, പ്രൈം മിനിസ്റ്റർ. പ്രൈം മിനിസ്റ്റർ ആണ് ഏതിന്റെ ചെയർമാൻ എന്ന് വിളിക്കുന്നത്? നീതി ആയോഗിന്റെ ചെയർമാൻ എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ്, ഓക്കെ, ഫൈൻ. ആൻഡ് പിന്നെ പറയുന്നത് എന്താണ്? ദ എക്സൈസ് പ്ലേസ് എ ക്രൂഷ്യൽ റോൾ ഇൻ ദ ഈസിംഗ് ദ ബിസിനസ് എൻവയോൺമെന്റ് ഫോർ ദ സ്റ്റാർട്ടപ്പ് ഇൻ ദ കൺട്രി. അതായത് എന്താണ് ഇവിടെ എന്തിനു വേണ്ടിയിട്ടാണ് ഇത്തരം ഒരു എക്സൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇത്തരം ഒരു റിപ്പോർട്ട് എന്തിനു വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഒരു സംസ്ഥാനം അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്സ് എത്രത്തോളം ഫ്രണ്ട്ലി ആണ്, ബിസിനസ് ഫ്രണ്ട്ലി ആണ് എന്നുകൂടിയാണ് ഇതിലൂടെ പറയുന്നത്. ഇതിലൂടെ പറയുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക നമുക്ക് കാണാൻ പറ്റുക. ഇനി ഇതിൽ സ്റ്റേറ്റ്സിനെയും യൂണിയൻ ടെറിട്ടറീസിനെയും 2 രീതിയിലാണ് എന്ത് ചെയ്യുന്നത് ഡിവൈഡ് ചെയ്യുന്നത്. ഒന്നാമത്തെ എന്ന് പറയുന്നത് കാറ്റഗറി എ ആണ്. കാറ്റഗറി എ എന്ന് പറയുന്നത് എന്താണ്? പോപ്പുലേഷൻ എന്ന് പറയുന്നത് എന്താണ്? മോർ ദാൻ 1 crore. അതുപോലെ തന്നെ കാറ്റഗറി ബി എന്ന് പറയുന്നതാണ് പോപ്പുലേഷൻ ബിലോ 1 crore. അങ്ങനെ 2 രീതിയിലാണ് എന്ത് ചെയ്യുന്നത് ഇതിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതില് കാറ്റഗറി എയിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് പെർഫോമർ എന്ന് പറയുന്ന ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? 1 ഗുജറാത്ത്, 2 കർണാടക, 3 കേരള, 4 തമിഴ്നാട്. ഓക്കെ, 4 സംസ്ഥാനങ്ങളെയാണ് കാണാൻ പറ്റിയ. ഏതൊക്കെയാണ്? ഗുജറാത്ത് ഉണ്ട്, കർണാടക ഉണ്ട്, കേരള ഉണ്ട്, തമിഴ്നാട് ഉണ്ട്. അതേസമയം കാറ്റഗറി ഡിയിൽ ബെസ്റ്റ് പെർഫോമർ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണ്? ഹിമാചൽ പ്രദേശ് ആണ്. ഇനി കാറ്റഗറി എയിലെ ടോപ്പ് പെർഫോമർ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ആരൊക്കെയാണ്? മഹാരാഷ്ട്ര, ഒഡീഷ, പഞ്ചാബ്, രാജസ്ഥാൻ, തെലങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങളാണ്. ആൻഡ് കാറ്റഗറി ബിയിൽ ആരാണ് ടോപ്പ് പെർഫോമർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരൊക്കെയാണ്? അരുണാചൽ പ്രദേശ് ആൻഡ് മേഘാലയാണ്. ആൻഡ് കാറ്റഗറി എയിലെ ലീഡേഴ്സ് ആരൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരൊക്കെയാണ്? ആന്ധ്രാപ്രദേശ്, ആസാം, അതുപോലെ തന്നെ മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ് തുടങ്ങിയവരാണെങ്കിൽ ആൻഡ് കാറ്റഗറി ബിയിൽ വരുന്ന ആരൊക്കെയാണ്? ഗോവ, മണിപ്പൂർ, ത്രിപുര തുടങ്ങിയ സംസ്ഥാനങ്ങളാണ് എന്ത് ചെയ്യുന്നത് വരുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക നമുക്ക് കാണാൻ പറ്റാം. ആൻഡ് ആസ്പയറിംഗ് ലീഡേഴ്സ് എന്ന് പറയുന്നത് കാറ്റഗറി എയിൽ ആരൊക്കെയാണ്? ബീഹാർ ആൻഡ് ഹരിയാനയാണ്. ആൻഡ് ആസ്പയറിംഗ് ലീഡേഴ്സ് കാറ്റഗറി ബിയിൽ ആരൊക്കെയാണ്? ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലാൻഡും അതുപോലെ തന്നെ നാഗാലാൻഡും. ആൻഡ് എമർജിംഗ് സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റംസ് കാറ്റഗറി എയിൽ ആരൊക്കെ വരുന്നുണ്ട്? ഛത്തീസ്ഗഡ്, ഡൽഹി, ജമ്മു ആൻഡ് കാശ്മീറും. ആൻഡ് എമർജിംഗ് സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം കാറ്റഗറി ബിയിൽ ആരൊക്കെയാണ് വരുന്നത്? ചണ്ഡീഗഡ്, ദാദ്ര നഗർ ഹാവേലി ആൻഡ് ദാമൻ ആൻഡ് ദിയു, ലഡാക്ക്, മിസോറാം, പുഡുച്ചേരി ആൻഡ് സിക്കിം. ഓക്കെ, ശ്രദ്ധിക്കുക. ഇപ്പൊ നിലവിൽ ദാദ്ര ആൻഡ് നഗർ ഹാവേലി, ദാമൻ ആൻഡ് ദിയു ഒക്കെ നമുക്കറിയാം എന്താണ് ഒരൊറ്റ യൂണിയൻ ടെറിട്ടറിയാണ്. ഇപ്പോഴും പലർക്കും മാറിപ്പോകാറുണ്ട് 2 യൂണിയൻ ടെറിട്ടറി ആണ് എന്ന് വിചാരിക്കാറുണ്ട്. പക്ഷെ ശ്രദ്ധിക്കുക, നിലവിൽ എന്താണ് ദാദ്ര നഗർ ഹാവേലിയും അതുപോലെ തന്നെ എന്താണ് ദാമൻ ആൻഡ് ദിയു ഒക്കെ എന്താണ് ഒരൊറ്റ യൂണിയൻ ടെറിട്ടറിയാണ്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഇന്ത്യയിൽ നമുക്ക് നിലവിൽ എത്ര സംസ്ഥാനങ്ങളും അതുപോലെ തന്നെ എത്ര യൂണിയൻ ടെറിട്ടറീസ് ആണ് നിലവിലുള്ളത്? ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങൾ അതുപോലെ തന്നെ എത്ര യൂണിയൻ ടെറിട്ടറീസ് ആണ് നിലവിലുള്ളത്? ജസ്റ്റ് ഒന്ന് പറഞ്ഞേ. എനിവൺ? നെക്സ്റ്റ് കറണ്ട് അഫെയർ എന്ന് വിളിക്കുന്നത് എന്താണ്? വേൾഡ് എക്കോണമിക് ഫോറം. ഓക്കെ, വേൾഡ് എക്കോണമിക് ഫോറം. ഐശ്വര്യ, യെസ്. ഇന്ത്യയിൽ നിലവിൽ എത്ര സംസ്ഥാനങ്ങളാണ്? 28 സംസ്ഥാനങ്ങളും അതുപോലെ തന്നെ എന്താണ് 8 യൂണിയൻ ടെറിട്ടറീസ് ആണ് കാണാൻ പറ്റും. ഓക്കെ, നമ്മൾ വിചാരിക്കുന്നത് ഭയങ്കര സിമ്പിൾ ആണെന്ന് വിചാരിക്കും. പക്ഷെ എക്സാമിന് എത്തുമ്പോൾ എന്ത് ചെയ്യും കൺഫ്യൂഷൻ വരാനൊക്കെ സാധ്യതയുള്ള ഒരു മേഖലയാണ്. ജസ്റ്റ് നോക്കി വെക്കുക. നോക്കി വെക്കാൻ പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ആർട്ടിക്കിൾ 370 ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ വിധി വന്നിട്ടുണ്ടായിരുന്നു. ആർട്ടിക്കിൾ 370 എന്താണ് എടുത്തു കളഞ്ഞത് ശരിയാണ് എന്നാണ് സുപ്രീം കോടതിയുടെ വിധി.
അതേപോലെ തന്നെ ജമ്മു ആൻഡ് കാശ്മീരിനെ ചിലപ്പോൾ സംസ്ഥാനമാക്കാനുള്ള ഒരു സ്റ്റേറ്റ് ആക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ അതിൽ അപ്ഡേറ്റ് ആയിരിക്കും. അങ്ങനെ സംസ്ഥാനമാക്കുകയാണെങ്കിൽ ഈ കൗണ്ടിലൊക്കെ എന്ത് ചെയ്യും, ക്രമാതീതമായ രീതിയിൽ വ്യത്യാസങ്ങൾ വരാം. ഓക്കെ, അതെന്ത് ചെയ്യും, അപ്ഡേറ്റഡ് ആയിരിക്കാം. നെക്സ്റ്റ് വൺ ആണ് ഇത് വേൾഡ് എക്കോണമിക് ഫോറം എന്ന് വിളിക്കുന്ന WEF. എന്താണ്? ഇന്ത്യ എസ്റ്റാബ്ലിഷസ് ദ ഗ്ലോബൽ അലയൻസ് ഫോർ ദി ഗ്ലോബൽ ഗുഡ്, ജെൻഡർ ഈക്വാലിറ്റി ആൻഡ് ഈക്വാലിറ്റി അറ്റ് ദ 54th annual World Economic Forum in Davos, gaining full support of WEF for promoting women's empowerment and gender equality. അതായത് എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യ എന്ത് ചെയ്തു, 54ാമത്തെ വേൾഡ് എക്കോണമിക് ഫോറത്തിന്റെ ആനുവൽ മീറ്റിംഗ്, അതായത് ദാവോസിൽ നടന്ന ആനുവൽ മീറ്റിംഗിൽ എന്തിന്റെ ഭാഗമായി എന്നാണ് പറയുന്നത്, ഗ്ലോബൽ അലയൻസ് ഫോർ ഗ്ലോബൽ ഗുഡ് ആൻഡ് ജെൻഡർ ഈക്വാലിറ്റി അല്ലെ. ഇപ്പൊ ഉദാഹരണമായിട്ട് നമുക്കറിയാം, ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്ത്യൻ ഭരണഘടനയിൽ തന്നെ ഒരു അമെന്റ്മെന്റ് തന്നെ പാസ്സാക്കിയിരുന്നു അല്ലെ. ഏത് പേരില്, നാരി ശക്തി വന്ദൻ അധിനിയം എന്നുള്ള പേരിൽ എന്ത് ചെയ്തിരുന്നു, ഒരു അമെന്റ്മെന്റ് തന്നെ എന്ത് ചെയ്തിരുന്നു, നമ്മൾ പാസ്സാക്കിയിരുന്നു. എന്തിനു വേണ്ടിയിട്ട്, വുമൻസിന്റെ എംപവർമെന്റ് എന്ത് ചെയ്യുക, ഉയർത്തുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ട്. ഓക്കെ, ഇനി വേൾഡ് എക്കോണമിക് ഫോറത്തെ കുറിച്ച് നമുക്ക് നോക്കാം. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. നമുക്കറിയാം വേൾഡ് എക്കോണമിക് ഫോറം എന്ന് പറയുന്നത് എന്താണ്, ഒരു ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ആണ്. എന്തിനു വേണ്ടിയിട്ട്, പബ്ലിക് പ്രൈവറ്റ് കോർപ്പറേഷന് വേണ്ടിയിട്ട്. ഓക്കെ, ഒരു പബ്ലിക് പ്രൈവറ്റ് കോർപ്പറേഷന് വേണ്ടിയിട്ടുള്ള ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ആണ് ഇത് വേൾഡ് എക്കോണമിക് ഫോറം. ഈ ഇന്റർനാഷണൽ ഓർഗനൈസേഷനെ തന്നെ നമുക്ക് ചിലപ്പോഴൊക്കെ ഇന്റർ ഗവൺമെന്റ് എന്നുള്ള പേരിലും കാണാറുണ്ട്. ഓക്കെ, ഇന്റർ ഗവൺമെന്റ് എന്നുള്ള പേരിലും പല ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നമ്മൾ കാണാറുണ്ട്. ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസിനെ എന്ത് പേരിൽ കൂടി വിളിക്കാറുണ്ട്, ഇന്റർ ഗവൺമെന്റ് എന്നുള്ള പേരിൽ കൂടി എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ വിളിക്കാറുണ്ട്. And the forum engages the foremost political, business, cultural and other leaders of society to shape global, regional and industry agendas. അതായത് ഇവരുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊളിറ്റിക്കൽ, ബിസിനസ്, കൾച്ചറൽ അത്തരം തുടങ്ങിയ ലീഡേഴ്സിനെ എന്ത് ചെയ്യാം, കോർഡിനേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഒരു ഏറ്റവും നല്ല ഒരു ഗ്ലോബലി നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഷേപ്പ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞ ഉദാഹരണമായിട്ട് ഈക്വാലിറ്റി, അത്തരം കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, മുന്നോട്ട് വെക്കുക എന്നുള്ളതാണ്. ഇനി എന്നാണ് ഇത് ഫൗണ്ട് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴാണ്, 24 ജനുവരി 1971 എന്ത് ചെയ്യുന്നത്, ഇത് ഫൗണ്ട് ചെയ്യുന്ന ജർമ്മൻ എഞ്ചിനീയർ ആയിരുന്ന കോളിൻ ഷോക്കാണ് എന്ത് ചെയ്യുന്നത്, ഇത് ഫൗണ്ട് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റുക. ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയാണ്, ജനീവയിലാണ് ഹെഡ് ക്വാർട്ടേഴ്സ്. ഇദ്ദേഹമാണ് ഏത് കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, സ്റ്റേക്ക് ഹോൾഡർ ക്യാപിറ്റലിസം എന്നുള്ള കൺസെപ്റ്റ്. അപ്പൊ നമുക്ക് സംശയം വരാം, എന്താണ് ഈ സ്റ്റേക്ക് ഹോൾഡർ ക്യാപിറ്റലിസം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെ. പ്രധാനമായിട്ടും നമ്മൾ ക്യാപിറ്റലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്, ക്യാപിറ്റലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഉദാഹരണമായിട്ട് അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ ഫോളോ ചെയ്യുന്ന രീതിയാണ് ഏത്, ക്യാപിറ്റലിസം എന്ന് വിളിക്കുന്നത്. അതായത് ഫുള്ളി ആരുടെ കൺട്രോളിലായിരിക്കും, പ്രൈവറ്റ് എന്റർപ്രൈസസിന്റെ കൺട്രോളിലായിരിക്കും. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇത് ക്യാപിറ്റലിസം എന്ന് പറയുന്നത്. പക്ഷെ എന്താണ് സ്റ്റേക്ക് ഹോൾഡർ ക്യാപിറ്റലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്റ്റേക്ക് ഹോൾഡർ ക്യാപിറ്റലിസം എന്ന് പറയുന്ന ഒരു അപ്രോച്ചാണ്. അതായത് ഇപ്പൊ ഉദാഹരണമായിട്ട് നമുക്കറിയാം, നമ്മൾ പല കമ്പനികളുടെയും ഷെയറുകൾ അല്ലെങ്കിൽ ഡിബഞ്ചറുകളൊക്കെ വാങ്ങാറുണ്ട്. അവരുടെ ഒക്കെ ഡെവലപ്മെന്റ് എന്ന് വിളിക്കുന്നത് ആരുടെ കൂടി ദൗത്യമാണ് എന്നാണ് പറയുന്നത്, അത്തരം ആരാണോ ആ ഒരു സ്ഥാപനം ഫൗണ്ട് ചെയ്തിരിക്കുന്നത് അവരുടെ കൂടി ദൗത്യമാണ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ആരാണോ ആ ബിസിനസ് ഫൗണ്ട് ചെയ്തിരിക്കുന്നത് അവരുടെ കൂടി ദൗത്യമാണ് എന്ന് പറയുന്ന ഐഡിയോളജിയാണ് ഏത് എന്ന് വിളിക്കുന്നത്, സ്റ്റേക്ക് ഹോൾഡർ ക്യാപിറ്റലിസം എന്ന് വിളിക്കുന്നത്. വേണമെങ്കിൽ എന്താണ് സ്റ്റേക്ക് ഹോൾഡർ ക്യാപിറ്റലിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു വാക്ക് എന്ന് പറയുന്നത് നോട്ട് ചെയ്ത് വെക്കുക, സ്റ്റേക്ക് ഹോൾഡർ capitalism is an approach to capitalism in which corporations are oriented to serve the interests of all their stakeholders which include
customers, employees, suppliers, and local communities. അപ്പൊ എന്താണ് പറയുന്നത്, ഇവരൊക്കെ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ആരുടെ കൂടി ഉത്തരവാദിത്തമാണ്? ആരാണോ അതിന്റെ ഫൗണ്ടർ, ഏതൊരു സ്ഥാപനത്തിന്റെ ഫൗണ്ടർ, അദ്ദേഹത്തിന്റെ കൂടി ഉത്തരവാദിത്തമാണ് എന്ന് പറയുന്ന ഐഡിയോളജിയാണ് ഇത് സ്റ്റേക്ക് ഹോൾഡർ ക്യാപിറ്റലിസം. ഇത് പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത്തരം ഒരു പുതിയ വാക്കുകളൊക്കെ വരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, സ്റ്റേറ്റ്മെന്റ് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ, ചിലപ്പോൾ എക്സാമിന് ചോദിക്കാം എന്താണ് സ്റ്റേക്ക് ഹോൾഡർ ക്യാപിറ്റലിസം എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നാളെ ചിലപ്പോൾ എന്ത് ചെയ്യും, താഴെ 4 സ്റ്റേറ്റ്മെന്റുകൾ വരും, എന്നിട്ട് അതിന് ശരിയായ ഉത്തരം ഏതാണെന്ന് ചോദിക്കുക. അതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇത് പറയാൻ കാരണം. അപ്പൊ അത്തരം ഒരു ആശയത്തെയാണ് നമ്മൾ എന്ത് പേരിൽ വിളിക്കുന്നത്, സ്റ്റേക്ക് ഹോൾഡർ ക്യാപിറ്റലിസം എന്നുള്ള പേരിൽ എന്ത് ചെയ്യുന്നത്, വിളിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. ക്ലിയർ? ഓക്കെ, സ്റ്റേക്ക് ഹോൾഡർ ക്യാപിറ്റലിസം ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. ക്ലിയർ ആയെങ്കിൽ ഒരു മെസ്സേജ് ഇടുക, അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ, the WEF, the World Economic Forum, is known for its annual meeting at Davos, Switzerland. Okay, ഇത് എവിടെയാണ് ഇവരുടെ ആനുവൽ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാറ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയാണ്, ദാവോസ് അഥവാ സ്വിറ്റ്സർലാൻഡിലാണ് എന്ത് ചെയ്യുന്നത്, കണ്ടക്ട് ചെയ്യാറ്. ആൻഡ് ദ ഇവന്റ് അട്രാക്ട് പൊളിറ്റിക്കൽ ആൻഡ് ബിസിനസ് ലീഡേഴ്സ് ഫ്രം അറൌണ്ട് ദ വേൾഡ് ഫോർ ഡിസ്കസിംഗ് അബൌട്ട് ഗ്ലോബൽ ഇഷ്യൂസ്. ഓക്കെ, അതായത് ഗ്ലോബൽ ഇഷ്യൂസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാറുണ്ട്, പല രീതിയിലുള്ള ബിസിനസ് ലീഡേഴ്സിനെ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ലീഡേഴ്സിനൊക്കെ ഈ ഇവന്റിലേക്ക് എന്ത് ചെയ്യാറുണ്ട്, കൊണ്ടുവരാറുണ്ട്. ഇനി ഇവരുടെ പ്രധാനപ്പെട്ട മേജർ റിപ്പോർട്ടുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ്, ഗ്ലോബൽ കോമ്പറ്റേറ്റീവ് റിപ്പോർട്ട്, അതുപോലെ തന്നെ എന്താണ് ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് റിപ്പോർട്ട്, അതുപോലെ തന്നെ എന്താണ് എനർജി ട്രാൻസിഷൻ ഇൻഡെക്സ്, ആൻഡ് ഗ്ലോബൽ റിസ്ക് റിപ്പോർട്ട്, ആൻഡ് ഗ്ലോബൽ ട്രാവൽ ആൻഡ് ടൂറിസം റിപ്പോർട്ട്. ഇതൊക്കെ ആരുടെ അണ്ടറിൽ വരുന്നതാണ്, WEFന്റെ അണ്ടറിൽ വരുന്ന റിപ്പോർട്ടുകളാണ്. അപ്പൊ ചിലപ്പോൾ ചോദിക്കാം, പലപ്പോഴും ഓരോ സ്ഥാപനങ്ങളും അതിന്റെ എന്താണ് റിപ്പോർട്ടുകളും ചോദിക്കാറുണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷൻസും അവർ പുറപ്പെടുവിക്കുന്ന റിപ്പോർട്ടുകളും. അപ്പൊ എന്ത് ചെയ്യാം, ഇത്തരം റിപ്പോർട്ടുകൾ നോക്കി വെക്കുക. ഇത്തരം റിപ്പോർട്ടുകളൊക്കെ പുറത്തുവിടുന്ന ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണ്, വേൾഡ് എക്കോണമിക് ഫോറം ആണ് എന്ത് ചെയ്യുന്നത്, പുറത്തേക്ക് വിടുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ സാധിക്കുക എന്നുള്ളതാണ്. ക്ലിയർ? നെക്സ്റ്റ് കറണ്ട് അഫെയർ, സ്റ്റഡി മെറ്റീരിയൽ ഇൻ ഇന്ത്യൻ ലാംഗ്വേജ് ആൻഡ് അഗൈൻ റിലേറ്റഡ് ടു ലാംഗ്വേജസ് ആണ്. നമുക്ക് നോക്കാം എന്താണ് കറണ്ട് അഫെയർ. The government of India has directed school and higher education regulators and the educational institutions to make study material in Indian languages available for all courses in the next 3 years. അതായത് അടുത്ത 3 വർഷത്തിന്റെ ഉള്ളിൽ, ഇപ്പൊ ഉദാഹരണമായിട്ട് നമ്മൾ സ്കൂളിൽ കൊടുക്കുന്ന അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ സ്ഥാപനങ്ങളിൽ കൊടുക്കുന്ന ടെക്സ്റ്റ് ബുക്കുകൾ അല്ലെങ്കിൽ മറ്റ് മെറ്റീരിയലുകൾ, ഇത്തരം കാര്യങ്ങളൊക്കെ ഏത് ലാംഗ്വേജിലാക്കണം എന്നാണ് പറയുന്നത്, ഇന്ത്യൻ ലാംഗ്വേജിൽ കൂടി എന്ത് ചെയ്യണം, അവൈലബിൾ ആക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, ഏത് ലാംഗ്വേജിലാണ്, ഇന്ത്യൻ ലാംഗ്വേജിൽ എന്ത് ചെയ്യണം, അവൈലബിൾ ആക്കണം എന്നാണ് എന്താണ് പറയുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. അതിന് എന്തെങ്കിലും തീം ഉണ്ടായിരുന്നോ, ഏതിനാണ് അഭിജിത്ത്, ഒന്ന് മെൻഷൻ ചെയ്യാവോ? ഉദാഹരണമായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ വേൾഡ് എക്കോണമിക് ഫോറത്തിനാണോ, അതിനാണോ ഉദ്ദേശിച്ചത്? ഓക്കെ, അപ്പൊ ഇത്തരം ടെക്സ്റ്റ് ബുക്കുകൾ അതുപോലെ തന്നെ മെറ്റീരിയലൊക്കെ എന്ത് ചെയ്യണം, ഇന്ത്യൻ ലാംഗ്വേജിലേക്ക് എന്ത് ചെയ്യണം, മാറ്റണം. ഓക്കെ, ഇല്ല അതിന് പ്രത്യേകിച്ച് തീം ഒന്നുമില്ല കേട്ടോ. ഇതിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഫോർ എക്സാമ്പിൾ, ഇന്ത്യ ഏതിന്റെ ഭാഗമായിട്ടുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്ലോബൽ അലയൻസ് ഫോർ ഗ്ലോബൽ ഗുഡ്, ജെൻഡർ ഈക്വാലിറ്റി ആൻഡ് ഈക്വാലിറ്റി, ഇതിന്റെ ഭാഗമായിട്ടാണ്, അല്ലാണ്ട് അതൊരു തീം ആയിട്ടല്ല എന്ത് ചെയ്യുന്നത്, പറയുന്നത്. ക്ലിയർ? ഓക്കെ, തിരിച്ചു വരാം. ഓക്കെ, അപ്പൊ ഇന്ത്യൻ ടെക്സ്റ്റ് ബുക്കുകളൊക്കെ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഇന്ത്യൻ ടെക്സ്റ്റ് ബുക്ക് അല്ലെങ്കിൽ മെറ്റീരിയലുകളൊക്കെ എന്ത് കൊടുക്കണം, ഇന്ത്യൻ ലാംഗ്വേജിലേക്ക് എന്ത് ചെയ്യണം, കൊടുക്കണം എന്നാണ് എന്ത് ചെയ്യുന്നത്, പറയുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റിയതാണ് കറണ്ട് അഫെയർ. ഓക്കെ, അപ്പൊ വേണമെങ്കിൽ ചോദിക്കാം, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഏത് ഷെഡ്യൂളിലാണ് ലാംഗ്വേജസിനെ കുറിച്ച് പറയുന്നത്, ആ ഷെഡ്യൂളിൽ എത്രത്തോളം മീൻസ് എത്ര ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ് ഇന്ത്യക്കുള്ളത് എന്നൊക്കെ എന്ത് ചെയ്യാം, ചോദിക്കാം. ഏത് ഷെഡ്യൂളിലാണ് എത്ര ലാംഗ്വേജ് ഉണ്ട്, ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം, കമന്റ് ചെയ്യാം. And the study material for all courses under the school and higher education will be made available digitally in Indian languages included in the 8th schedule of constitutional law. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ 8ാമത്തെ ഷെഡ്യൂളിൽ പറഞ്ഞിരിക്കുന്ന ലാംഗ്വേജുകൾ പ്രകാരം എന്ത് ചെയ്യണം, എല്ലാ മെറ്റീരിയൽസും, അതായത് എല്ലാ കോഴ്സസിന്റെ മെറ്റീരിയൽസും, അതുപോലെ തന്നെ സ്കൂളായിരിക്കാം ഹയർ എഡ്യൂക്കേഷൻ ആയിരിക്കാം, എല്ലാ മെറ്റീരിയൽസും എന്ത് ചെയ്യണം, ആ ലാംഗ്വേജിൽ അവൈലബിൾ ആയിരിക്കണം. അപ്പോൾ ഏകദേശം എത്ര ലാംഗ്വേജസിൽ അവൈലബിൾ ആവേണ്ടി വരും, അല്ലെങ്കിൽ എത്ര ലാംഗ്വേജസ് ആണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ 8ാമത്തെ ഷെഡ്യൂളിൽ പറയുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക, ഒന്ന് കമന്റ് ചെയ്തേ. ആൻഡ് ദ ഡിസിഷൻ ഈസ് ദ ലൈൻ വിത്ത് ദ റെക്കമെൻഡേഷൻസ് ഓഫ് ദ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി. നമുക്കറിയാം
2020 എന്ത് ചെയ്യുന്നത്, പുതിയ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എന്ത് ചെയ്യുന്നത് വരുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റാം, നമുക്ക് കാണാൻ പറ്റാം. യെസ്, അഭിജിത്ത്, യെസ്, 22 ഒഫീഷ്യൽ ലാംഗ്വേജസ് ആണ് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക എന്നുള്ളതാണ്. ഓക്കെ ഓക്കെ, ഒരാളുടെ പേരിൽ അറ്റ് എന്നാണ് ഇട്ടിരിക്കുന്നത്, അതുകൊണ്ട് എനിക്ക് അറിയില്ല, ഐ ഡോണ്ട് നോ വാട്ട്സ് നെയിം. ഓക്കെ, അപ്പൊ 22 ഒഫീഷ്യൽ ലാംഗ്വേജസ് ആണ് എന്താണ് ഉള്ളത്. ഇനി നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ എന്താണ് പറയുന്നത്, ടു പ്രൊമോട്ട് മൾട്ടി ലിംഗ്വിസം ഇൻ ദ എഡ്യൂക്കേഷണൽ എവരി ലെവൽ. അതായത് എല്ലാ ഭാഷയിലും എന്ത് ചെയ്യുക, എഡ്യൂക്കേഷനെ പ്രൊമോട്ട് ചെയ്യുക. അതായത് മൾട്ടി ലിംഗ്വിസം, അതായത് നമുക്കറിയാം നമ്മൾ ഓൾറെഡി ജീവിക്കുന്ന യൂണിറ്റിയും ഡൈവേഴ്സിറ്റിയിലാണ്. അതിന്റെ ഭാഗമാണ് ഈ മൾട്ടി ലിംഗ്വിസം എന്ന് പറയുന്നത്, അതായത് വിവിധ ഭാഷകൾ സംസാരിക്കുന്നവർ. അതിനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇത്തരം ഒരു ആശയത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് the content creation in the local languages will boost this multilingual asset and pave way for the better contributions to biggest Bharat to make our country as developed nation by 2014. അതായത് എന്താണ്, ഇത്തരം ലാംഗ്വേജസിൽ അവൈലബിൾ ആയി കഴിഞ്ഞാൽ 2047 ആകുമ്പോഴേക്കും നമ്മുടെ റൺ ചെയ്യുന്ന സ്കീമായ വികസിത് ഭാരതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യും, 2047 ആകുമ്പോഴേക്കും എന്ത് ചെയ്യും, ഇന്ത്യ വളരെ വലിയ രീതിയിൽ എന്ത് ചെയ്യും, ഡെവലപ്പ് ചെയ്യും എന്നാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ന്യൂസിൽ പറയുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റാം, നമുക്ക് കാണാൻ പറ്റാം. ആൻഡ് ദ ഗവൺമെന്റ് ഹാസ് ബീൻ വർക്കിംഗ് ദിസ് ഡയറക്ഷൻ ഫോർ ദ പാസ്റ്റ് 2 years ആൻഡ് വിത്ത് ദ ട്രാൻസ്ലേഷൻ ഓഫ് വേരിയസ് എഡ്യൂക്കേഷണൽ മെറ്റീരിയൽ ബീങ് ഡൺ ത്രൂ ദി അനുവദിനി AI ബേസ്ഡ് ആപ്പ്. അതായത് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ സാധാരണ എന്ത് ചെയ്യാറുണ്ട്, അനുവദിനി AI ബേസ്ഡ് ആപ്പ് എന്ത് ചെയ്യാറുണ്ട്, പല മെറ്റീരിയൽസും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വിവിധ ലാംഗ്വേജുകളിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ദ സ്കൂൾ എഡ്യൂക്കേഷൻ ഇക്കോ സിസ്റ്റം ആൾസോ സ്റ്റഡി മെറ്റീരിയൽ ഈസ് അവൈലബിൾ ഇൻ ദ മൾട്ടിപ്പിൾ ഇന്ത്യൻ ലാംഗ്വേജസ് ഇൻക്ലൂഡിംഗ് ഓവർ 30 ലാംഗ്വേജസ് ഓൺ ദീക്ഷ. അതുപോലെ തന്നെ എന്താണ്, ദീക്ഷയിൽ ഏകദേശം 30ഓളം എന്താണ് ലാംഗ്വേജസിൽ എന്താണ് മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ കോമ്പറ്റേറ്റീവ് എക്സാം ആയിട്ടുള്ള JEE, നീറ്റ്, CUET ഇതൊക്കെ എന്ത് ചെയ്യണം, ഏകദേശം 13 ലാംഗ്വേജുകളിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ നിലവിൽ കണ്ടക്ട് ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. ക്ലിയർ? ആൻഡ് നെക്സ്റ്റ് കറണ്ട് അഫെയർ ആണ് ഇത്, വമന ജയന്തി എന്ന് പറയുന്ന അത്ര ഇമ്പോർട്ടന്റ് ആയ ഒരു കറണ്ട് അഫെയർ അല്ല, എങ്കിലും ജസ്റ്റ് നമുക്ക് നോക്കി നോക്കാം. ദ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ പെയ്ഡ് ട്രൈബ് ടു ദ മഹായോഗി വമന ഓൺ ദ ഒക്കേഷൻ ഓഫ് ദി വമന ജയന്തി ഇൻ ദ 19th January 2024. ഓക്കെ, ഇതാണ് ഇത് കറണ്ട് അഫെയർ ആവാനുള്ള കാരണം. ഇനി നമുക്ക് നോക്കാം എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മഹായോഗി വമന, പോപ്പുലർലി നോൺ ആസ് യോഗി വമന, വാസ് എൻ ഇന്ത്യൻ ഫിലോസഫർ ആൻഡ് ദ പോയറ്റ് ഇൻ ദ തെലുങ്കു ലാംഗ്വേജ്. അതായത് തെലുങ്കു ലാംഗ്വേജിലെ പോയറ്റും അതുപോലെ തന്നെ ഇന്ത്യൻ ഫിലോസഫർ കൂടിയായിരുന്നു ആരെന്ന് വിളിക്കുന്നത്, യോഗി വമന എന്ന് വിളിക്കുന്നത്. ഹിസ് പോയംസ് ആർ നോൺ as for their use of simple language and native idioms. അതായത് വളരെ സിമ്പിൾ ലാംഗ്വേജിലാണ് അദ്ദേഹം എന്ത് ചെയ്തിരുന്നത്, പോയംസ് എഴുതിയിരുന്നത്. അതുപോലെ തന്നെ നാറ്റീവ് ഇഡിയംസ് ആണ് എന്ത് ചെയ്യുന്നത്, ഉപയോഗിച്ചിരുന്നതായിട്ട് കാണാൻ പറ്റും. ആൻഡ് they discuss the subject like yoga, wisdom and morality. Many of his poems up with the signature with വിശ്വാബി രാമ വിനുല വെമ. ഓക്കെ, അതായത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം എന്താണ്, ഒരു തെലുഗു പോയറ്റ് ആണ്, അതേസമയം എന്താണ് ഒരു ഇന്ത്യൻ ഫിലോസഫർ കൂടിയാണ്. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, വമന ജയന്തി സെലിബ്രേറ്റ് ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. അതാണ് കറണ്ട് അഫെയർ ആയി വന്നിരിക്കുന്നത്. ഓക്കെ, എന്നാണത് എന്ന് വെച്ച് കഴിഞ്ഞാൽ 19th January 2024 ആണ്. ചിലപ്പോൾ ചോദിക്കാം എന്നാണ്, ഇമ്പോർട്ടന്റ് ഡേയ്സിന്റെ ഒക്കെ ഭാഗമായിട്ട് എന്ത് ചെയ്യാം, ഇത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യാം, ചോദിക്കാം എന്നുള്ളതാണ്. ക്ലിയർ? നെക്സ്റ്റ് വൺ ആണ്, ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി കേരള ഇൻട്രൊഡ്യൂസസ് കൈരളി AI ചിപ്പ്, ദ ഫസ്റ്റ് ഓഫ് ഇറ്റ്സ് കൈൻഡ്. അതായത് എന്താണ്, ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള എന്താണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്, കൈരളി എന്നുള്ള AI ചിപ്പാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അതാണ് എന്താണ് കറണ്ട് അഫെയറിൽ വന്നിരിക്കുന്നത്. നമുക്ക് നോക്കി നോക്കാം എന്താണ് കറണ്ട് അഫെയർ. ദ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി കേരള ഹാസ് മാർക്ക്ഡ് എ സിഗ്നിഫിക്കന്റ് മൈൽസ്റ്റോൺ ബൈ ഇൻട്രൊഡ്യൂസിംഗ് ദ സ്റ്റേറ്റ്സ് ഇനാഗുറൽ സിലിക്കോൺ പ്രൂവൺ AI ചിപ്പ് നെയ്മഡ് കൈരളി AI ചിപ്പ്. അല്ലെ, സ്റ്റേറ്റിലെ തന്നെ എന്താണ് സിലിക്കോൺ പ്രൂവൺ AI ചിപ്പ് ആയിട്ടുള്ള കൈരളി AI ചിപ്പ് ആര് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി കേരള എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത്തരം ഒരു കറണ്ട് അഫെയർ വന്നിരിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഇനി എന്താണ് ഇഷ്യൂ, ഡെവലപ്ഡ് ബൈ ടീം ബൈ ലീഡ് ബൈ ഡിയർ അക്കാഡമിക്സ് Alex P. James at the AI Chip Center. The chip boasts unique features including speed, power, efficiency and scalability. ഇതൊക്കെ ഏതിന്റെ പ്രത്യേകതയാണ്, ഈ ചിപ്പിന്റെ എന്താണ് പ്രത്യേകതയാണ്. അതുപോലെ തന്നെ എന്താണ്, ഇറ്റ്സ് അപ്ലിക്കേഷൻ extend across diverse sections like agriculture, aerospace, mobile phones, automobiles, drone and security. ഇതിലൊക്കെ എന്ത് ചെയ്യാം, ഇത് ഉപയോഗിക്കാം. The chip's edge intelligence enables real-time processing of information with the
മിനിമൽ പവർ കൺസംഷൻ, അതുപോലെ തന്നെ ഏറ്റവും കുറഞ്ഞ പവർ കൺസംഷനിൽ എന്ത് ചെയ്യും, കൂടുതൽ എന്ത് ചെയ്യും, റിയൽ ടൈം ആയിട്ടുള്ള ഇൻഫോർമേഷൻ പ്രോസസ് ചെയ്ത് തരും എന്നുള്ള ഇതിന്റെ പ്രത്യേകതയാണ്. ഇതിന്റെ പ്രത്യേകതയായിട്ടാണ് എന്ത് ചെയ്യുന്നത്, പറയുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ സാധിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ എന്താണ്, ഇമ്പാക്ടിങ് ഇൻഡസ്ട്രീസ് ലൈക്ക് പ്രിസിഷൻ ഫാമിംഗ്, ഓട്ടോണമസ് വെഹിക്കിൾസ് ആൻഡ് അഡ്വാൻസ്ഡ് സെക്യൂരിറ്റി സിസ്റ്റം, ഇതിനൊക്കെ എന്ത് ചെയ്യും, ഇത്തരം ഒരു ചിപ്പ് എന്ത് ചെയ്യും, സഹായിക്കുമെന്നാണ് അവകാശപ്പെടുന്നുണ്ട്. ഓക്കെ, ഇതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, ദ highlights the university commitment to the technological excellence and its pivotal role in the driving future advancement. Thus, innovation position Digital University Kerala at the forefront of the emerging technologies. ഇത്രയുള്ളൂ. അതായത് എന്ത് ചെയ്യുന്നുണ്ട്, ടെക്നോളജിയെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കേരള ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി എന്ത് ചെയ്യുന്നുണ്ട്, വലിയ രീതിയിലുള്ള എഫേർട്സ് എടുക്കുന്നതായിട്ട് തന്നെ കാണാൻ പറ്റും. ഓക്കെ, ഇത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്ര ഇമ്പോർട്ടന്റ് ആയ ഒരു പോയിന്റ് അല്ല, ജസ്റ്റ് ആഡ് ചെയ്യുന്നു എന്ന് മാത്രം. അപ്പോൾ നമ്മൾ ഓർത്ത് വെക്കേണ്ടത് ഏത് രീതിയിലുള്ള ചിപ്പാണ് ഇൻട്രൊഡ്യൂസ് ചെയ്ത്, അതിന്റെ പേരെന്താണ്, അത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു കറണ്ട് അഫെയറിന് നമ്മൾ എന്ത് ചെയ്യണം, നോക്കിയിരിക്കണം. നെക്സ്റ്റ് കറണ്ട് അഫെയർ, എ കൾച്ചറൽ കോൺഫ്ലുവൻസസ് ഇൻ ചെന്നൈ. എന്താണ്, ദ ഡിസംബർ മ്യൂസിക് സീസൺ ഡ്യൂറിംഗ് ദ തമിഴ് മന്ത് ഓഫ് Margazhi in one of the largest music events in the world, as thousands of the concerts and performed in the span of month, and visitors arrive all parts of the world to enjoy the culture in the rare Salbanians weather in the month of August. ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഈ കറണ്ട് അഫെയർ എന്തിനെ കുറിച്ചാണ് പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും നമ്മുടെ തമിഴ്നാട്ടില് ആഘോഷിക്കുന്ന മ്യൂസിക് സീസണെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത്, ഇത്തരം ഒരു കറണ്ട് അഫെയർ നിലവിൽ വന്നിട്ടുള്ളത്. ഓക്കെ, എന്താണ് പറയുന്നത്, the December season and the musical tradition have become such a global phenomenon over the years of UNESCO has reorganized Chennai in its creative city network. അതായത് എന്ത് ചെയ്യുന്നുണ്ട്, യുനെസ്കോ എന്ത് ചെയ്തിട്ടുണ്ട്, ചെന്നൈയെ ഏതിന്റെ ഭാഗമായി മാറ്റിയിട്ടുണ്ട്, യുനെസ്കോന്റെ ക്രിയേറ്റീവ് സിറ്റി നെറ്റ്വർക്കിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, മാറ്റിയിട്ടുണ്ട്. എന്തിന്റെ ഭാഗമായിട്ട്, മ്യൂസിക്കൽ ട്രഡീഷന്റെ ഭാഗമായിട്ട്. ഓക്കെ, ഏതിന്റെ ഭാഗമായിട്ടാണ്, മ്യൂസിക്കൽ ട്രഡീഷന്റെ ഭാഗമായിട്ട്. ആൻഡ് ദ സീസൺ however largely remains within the confines of the dominated by classical music and dance. In 2007 this changed. The inauguration of Chennai Sangamam always featured a special theme that provided space for the meeting and classical and folk art forms. അതായത് അവരുടെ ക്ലാസിക്കൽ അല്ലെങ്കിൽ ഫോക്ക് ആർട്ട് ഫോംസ് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, ചെന്നൈ സംഗമത്തിന് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, നമുക്ക് ഇവിടെ കറണ്ട് അഫെയർ ഇമ്പോർട്ടന്റ് അതല്ല, എന്താണ് പറയുന്നത്, അപ്പാർട്ട് ഫ്രം ദ പാർട്ടിസിപ്പേഷൻ ഓഫ് ഫോക്ക് ആർട്ടിസ്റ്റ്, ദിസ് ഇയർ ഇവന്റ് ഓൾസോ ഷോകേസ് ദ പെർഫോമൻസ് ഓഫ് Kani tribe and artists from state of such as Rajasthan, West Bengal, Odisha and Maharashtra. അതുപോലെ തന്നെ എന്താണ്, ഇപ്രാവശ്യം രാജസ്ഥാൻ, വെസ്റ്റ് ബംഗാൾ, ഒഡീഷ, മഹാരാഷ്ട്ര തുടങ്ങിയുള്ള എന്താണ് കനി ട്രൈബ്സ് ഒക്കെയാണ് എന്ത് ചെയ്തിരുന്നത്, ഇപ്രാവശ്യം പെർഫോം ചെയ്തിരുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. അപ്പൊ ഇത്തരം ഒരു ന്യൂസ് വരുമ്പോൾ നമുക്ക് ചോദിക്കാവുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്, എന്താണ് യുനെസ്കോന്റെ ക്രിയേറ്റീവ് സിറ്റി നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ചെന്നൈ എന്തുകൊണ്ടാണ് യുനെസ്കോന്റെ ക്രിയേറ്റീവ് സിറ്റി നെറ്റ്വർക്കിൽ വരാൻ കാരണം. ഓക്കെ, 2004 എന്ത് ചെയ്യുന്നത്, ഇത് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതിന്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, പ്രൊമോട്ട് കോർപ്പറേഷൻ എമംഗ് സിറ്റീസ് വിച്ച് റിയോർഗനൈസ്ഡ് ക്രിയേറ്റീവ് ആസ് സ്ട്രാറ്റജിക് ഫാക്ടർ ഇൻ ദയർ അർബൻ ഡെവലപ്മെന്റ്. അതുപോലെ തന്നെ സ്ട്രാറ്റജിക് ഫാക്ടർ അർബൻ ഡെവലപ്മെന്റ്, ഇതിന്റെ ഭാഗമായിട്ട് എന്താണ്, സിറ്റികൾ തമ്മിലുള്ള കോർപ്പറേഷൻ പ്രൊമോട്ട് ചെയ്യുക, അല്ലെങ്കിൽ അവരെന്തിനാണോ ഫേമസ് ആയി നിൽക്കുന്നത് അതിലെന്ത് ചെയ്യുക, അവരെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ള ഒരു ഭാഗമായിട്ടാണ് എന്ത് വരുന്നത്, ഇത്തരം യുനെസ്കോ ക്രിയേറ്റീവ് സിറ്റി നെറ്റ്വർക്കുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അത് പല ഫീൽഡുകൾ കവർ ചെയ്യുന്നുണ്ട്. ഉദാഹരണമായിട്ട് ക്രാഫ്റ്റ് ആൻഡ് ഫോക്ക് ആർട്സ്, മീഡിയ ആർട്സ്, ഫിലിം, ഡിസൈൻ, അതുപോലെ തന്നെ ഗാസ്ട്രോണമി റിലേറ്റഡ് ടു ഫുഡ്, ലിറ്ററേച്ചർ, മ്യൂസിക്, അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് കവർ ചെയ്യുന്നുണ്ട്. ഇതിൽ വരുന്ന ഇന്ത്യൻ സിറ്റീസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ജയ്പൂർ എന്തിന്റെ പേരിലാണ്, ക്രാഫ്റ്റ് ആൻഡ് ഫോക്ക് ആർട്സിന്റെ പേരിലാണ്. 2015 ഇതിന്റെ ഭാഗമായി മാറുന്നത്. പിന്നെ വരുന്ന വാരണാസിയാണ് ക്രിയേറ്റീവ് സിറ്റി ഓഫ് മ്യൂസിക്കിന്റെ പേരിലാണ്. ഇത് 2015 ഭാഗമായി മാറുന്നത്. പിന്നെ വരുന്നത് ചെന്നൈ ആണ്, എന്താണ്, ക്രിയേറ്റീവ് സിറ്റി ഓഫ് മ്യൂസിക് ആണ്. 2017 ഇതിന്റെ ഭാഗമായി മാറുന്നത്. മുംബൈ എന്തിന്റെ പേരിലാണ്, ഫിലിമിന്റെ പേരിലാണ് 2019. ഹൈദരാബാദ് ഗാസ്ട്രോണമിയുടെ പേരിലാണ് 2019. ശ്രീനഗർ വരുന്നത് എന്താണ്, ക്രാഫ്റ്റ് ആൻഡ് ഫോക്ക് ആർട്സിന്റെ ഇതിലാണ് ഏകദേശം 2021. അതുപോലെ തന്നെ കോഴിക്കോട് വരുന്നത് നമുക്കറിയാം സിറ്റി ഓഫ് ലിറ്ററേച്ചറിന്റെ പേരിലാണ്, അല്ലെങ്കിൽ അടുത്ത കാലത്താണ് വരുന്നത്. അതുപോലെ തന്നെ ഗോളിയർ വരുന്നത് എന്താണ്, സിറ്റി ഓഫ് മ്യൂസിക്കിന്റെ പേരിലാണ്. അപ്പോൾ ചോദിക്കാം, ഓരോ സ്ഥലങ്ങളും അത് എന്തിന്റെ ഭാഗമായിട്ടാണ് യുനെസ്കോ ക്രിയേറ്റീവ് സിറ്റി നെറ്റ്വർക്കിന്റെ ഭാഗമായിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ചോദിക്കാവുന്നതാണ് അല്ലെ. UCCNന്റെ
ഭാഗമായിരിക്കുന്നു എന്നുള്ള കോമൺ ആയിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് അവിടുന്ന് പ്രതീക്ഷിക്കാം. ഈ കറണ്ട് അഫയേഴ്സ് എന്ത് ചെയ്യാം, ഇപ്രാവശ്യത്തെ കറണ്ട് അഫയേഴ്സ് എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പൊ അത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യാം, ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. യെസ്, നെക്സ്റ്റ് വൺ. നെക്സ്റ്റ് കറണ്ട് അഫയർ എന്തിനെ കുറിച്ചാണ് വരുന്നത്? നാഷണൽ മോണിറ്റൈസേഷൻ പൈപ്പ്ലൈൻ ആണ്. ഓക്കെ, എന്താ നോക്കാം. റീസെന്റ് ദ സെൻട്രൽ ഹാസ് ഡിസൈഡ് ടു കണ്ടക്ട് ആൻ അസറ്റ് റീസൈക്ലിംഗ് ഡ്രൈവ് അണ്ടർ ദ നാഷണൽ മോണിറ്റൈസേഷൻ പൈപ്പ്ലൈൻ. ദാറ്റ് മീൻസ് NMP. അതായത് NMPയുടെ അണ്ടറിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു അസറ്റ് റീസൈക്ലിംഗ് ഡ്രൈവ് എന്ത് ചെയ്യുന്നുണ്ട്, തുടങ്ങാൻ ആര് ഉദ്ദേശിച്ചിട്ടുണ്ട്? സെൻട്രൽ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നുണ്ട്. ഓക്കെ, ഇതിന്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? എയിമിംഗ് ടു ജനറേറ്റ് റിസോഴ്സസ് ഫോർ ന്യൂ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഇൻഫ്രാസ്ട്രക്ചർ. അതായത് എന്താ ചെയ്യുക, ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ എന്ത് ചെയ്യുക, പുതിയ ഡെവലപ്മെന്റ് എന്ത് ചെയ്യുക, കൊണ്ടുവരിക എന്നുള്ളതാണ് ഏതിന്റെ ലക്ഷ്യം എന്ന് വിളിക്കുന്നത്, ഇതിന്റെ ലക്ഷ്യം എന്ന് വിളിക്കുന്നത്. The central asset recycling drive is expected to generate around 1.5 trillion in the fiscal year 2024 and 25. Fiscal year means financial year. Financial year ഏകദേശം എന്താണ്, ഏകദേശം 1.5 trillion എന്ത് ചെയ്യും, ജനറേറ്റ് ചെയ്യും എന്നാണ് എന്ത് ചെയ്യുന്നത്, പ്രതീക്ഷിക്കുന്ന. ഈ എമൗണ്ട് ഒന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് കറണ്ട് അഫയറിന്റെ ഭാഗമായി പറഞ്ഞു എന്നേ ഉള്ളൂ. അതുപോലെ തന്നെ ട്രാൻസാക്ഷൻ വിത്ത് മോണിറ്റൈസേഷൻ വാല്യൂസ് അറൗണ്ട് 0.97 trillion were completed in 2021-22 and 1.32 trillion in the 2022 and 23. അതായത് എന്ത് ചെയ്യുന്നുണ്ട്, ഉദാഹരണമായിട്ട് 2021-22 0.97 trillion, അതുപോലെ തന്നെ 22-23 1.32 trillion ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, അച്ചീവ് ചെയ്തായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ പറ്റും. ഇനി എന്താണ് നാഷണൽ മോണിറ്റൈസേഷൻ പൈപ്പ് ലൈൻ അഥവാ NMP എന്ന് വിളിക്കുന്നത്? The NMP envisages an aggregate monetization potential of 6 lakh crore through the leasing crore asset of the central government in sectors such as road, railway, power, oil, gas pipeline, telecom, civil aviation, etc. Over a 4-year period. അതായത് എന്താണ്, 2022 മുതൽ 2025 വരെയുള്ള പീരീഡിൽ 4 വർഷം കൊണ്ട് ഏകദേശം 6 ലക്ഷം കോടി രൂപ ഗവൺമെന്റ് പ്രധാനമായിട്ടും എവിടേക്കാണ് ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരിക? റോഡ്, റെയിൽവേസ്, പവർ, ഓയിൽ, ഗ്യാസ് പൈപ്പ്ലൈൻ ആൻഡ് ടെലികോം, സിവിൽ ഏവിയേഷൻ ഒക്കെ. അപ്പൊ നമുക്കറിയാം, പഴയ ഇപ്പൊ ഉദാഹരണമായിട്ട് നമ്മുടെ റെയിൽവേ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പ്രോഗ്രാമുകൾ റൺ ചെയ്യണം അല്ലെ. ഉദാഹരണമായിട്ട് പ്രധാനമന്ത്രി ഗതിശക്തി പ്രോഗ്രാം, PM ഗതിശക്തി പ്രോഗ്രാം, അതിന്റെ അണ്ടറിലാണ് ഈ വന്ദേ ഭാരത് ട്രെയിൻ ഒക്കെ വന്നിരിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റാം. ഓക്കെ, ആൻഡ് ദ മോണിറ്റൈസേഷൻ ത്രൂ NMP ഓൺലി ഇൻക്ലൂഡ് core asset, excluding monetization through a disinvestment of non-core asset. Currently, only asset of central government like ministries and CPSEs in the infrastructure sectors have been included. അതായത് എന്താണ്, കംപ്ലീറ്റ് പബ്ലിക് സെക്ടറുമായി ബന്ധപ്പെട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത്തരം വരുന്ന അതും കോർ അസറ്റുകൾ മാത്രമാണ് നിലവിൽ ഏതിന്റെ ഭാഗമായി കൺസിഡർ ചെയ്യുന്നത്, NMPയുടെ ഭാഗമായി കൺസിഡർ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റാം. The government is currently in the process of coordinating and collecting asset pipeline from state to expand the scope of NMP, incorporating asset both and central and state in the due course. അതായത് എന്താണ്, ഇതിനെ എക്സ്പാൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആര് ശ്രമിക്കുന്നുണ്ട്, സെൻട്രൽ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്, ശ്രമിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ പറ്റും, സ്റ്റേറ്റിലൂടെ കൂടി. ആൻഡ് ദ streamline the process monetization of non-core asset including land, real estate and infrastructure is being transferred from the Department of Investment and Public Asset Management to the Department of Public Enterprises within the Ministry of Finance. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഉദാഹരണമായിട്ട് നോൺ ക്രോർ അസറ്റ് ആയ ലാൻഡ്, റിയൽ എസ്റ്റേറ്റ്, അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് പബ്ലിക് അസറ്റ് മാനേജിൽ നിന്ന് ആർക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് പബ്ലിക് എന്റർപ്രൈസസ് DPE, മിനിസ്ട്രി ഓഫ് ഫിനാൻസിന് എന്ത് ചെയ്യുന്നുണ്ട്, ട്രാൻസ്ഫർ ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അത് അത്ര ഇമ്പോർട്ടന്റ് ആയ ഒരു കറണ്ട് അഫയർ അല്ല. പക്ഷെ നമ്മൾ ഇവിടെ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏതിനെയൊക്കെ കവർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനമായിട്ടും. റോഡ്, റെയിൽവേ, പവർ, ഓയിൽ, ഗ്യാസ് പൈപ്പ് ലൈൻ, ടെലികോം, സിവിൽ ഏവിയേഷൻ, ഇതൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും എന്താണ് ഈ ഒരു കറണ്ട് അഫയർ എന്ത് ചെയ്യാറുള്ളത്, നോക്കാറുള്ളത്. നെക്സ്റ്റ് വൺ ആണ് വൈൽഡ് ലൈഫ് ലൈസൻസിങ് റൂൾ 2024. 2024 എന്താണ്, വൈൽഡ് ലൈഫ് ലൈസൻസിങ് റൂൾസിനെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത്, പറയുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ സാധിക്കും. എന്താണ് പറയുന്നത്, the central government recently introduced wildlife protection licensing additional matters for consideration rules 2024. 2024 എന്ത് ചെയ്യുന്നത്, ഇത്തരം ഒരു നിയമം കൊണ്ടുവരുന്നത്. ഇത് ഏതിനെയാണ് അമെൻഡ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്, വൈൽഡ് ലൈഫ് ട്രേഡ് റൂൾസ് 1983 ആണ് എന്ത് ചെയ്യുന്നത്, അമെൻഡ് ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റാം, നമുക്ക് കാണാൻ പറ്റാം. ഓക്കെ, ഇത് എന്ന് മുതലാണ് ഈ അമെൻമെന്റ് നിലവിൽ വരിക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, ഉദാഹരണമായിട്ട്
16 ജനുവരി 2024 മുതലാണ് എന്ത് ചെയ്യുന്നത്, ഈ അമെന്റ്മെന്റ് എന്ത് ചെയ്യുന്നത്, നിലവിൽ വരുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഇതിൽ പ്രധാനമായിട്ടും പറയുന്നത് ഏതൊക്കെയാണ്, രണ്ട് ഷെഡ്യൂളുകളാണ്. അതിൽ ഷെഡ്യൂൾ 1 എന്താണ് പറയുന്നത്, ദ റൂൾസ് പബ്ലിഷ്ഡ് ഇൻ 1983 സ്റ്റേറ്റ് ദാറ്റ് നോ സച്ച് ലൈസൻസിംഗ് ഷാൽ ബി ഗ്രാൻഡഡ് ടു ട്രേഡ് ഇൻ ദ wild animals specified in the Schedule 1 or Part 2 of Schedule 2 of Wildlife Protection Act 1972, except with the previous consultation of the central government. അതാണ്, അതായത് സെൻട്രൽ ഗവൺമെന്റിന്റെ പ്രീവിയസ് കൺസൾട്ടേഷൻ ഇല്ലാതെ എന്ത് ചെയ്യരുത്, ഈ നിയമപ്രകാരം എന്ത് ചെയ്യരുത്, സ്റ്റേറ്റുകൾ എന്ത് ചെയ്യരുത്, ഉദാഹരണമായിട്ട് പറഞ്ഞിരിക്കുന്നത് എന്താണ്, എന്തിന് ലൈസൻസ് കൊടുക്കരുത്, ഉദാഹരണമായിട്ട് ഈ വൈൽഡ് ലൈഫ് അനിമൽസിനെ ട്രേഡ് ചെയ്യുന്നതിന് അതിനുള്ള കാര്യങ്ങൾക്കുള്ള ലൈസൻസ് ഉണ്ടായിരിക്കില്ല. ആൻഡ് ദ കണ്ടീഷൻ ഹാസ് ബീൻ ചേഞ്ച് ഇൻ ദ ന്യൂ ഗൈഡ് ലൈൻസിലേക്ക് വരുമ്പോഴേക്ക് എന്ത് ചെയ്തു, അതിൽ ചേഞ്ച് വന്നു എന്നാണ്, വിച്ച് സേ നോ സച്ച് ലൈസൻസ് ഷാൽ ബി ഗ്രാൻഡഡ് ഇറ്റ്സ് റിലേറ്റ്സ് ടു എനി വൈൽഡ് ലൈഫ് സ്പെസിഫൈഡ് ഇൻ ദി ഷെഡ്യൂൾ 1 ടു ആക്ട് എക്സ്പെക്ട് വിത്തിൻ ദ പ്രീവിയസ് കൺസൾട്ടേഷൻ വിത്ത് ദ സെൻട്രൽ ഗവൺമെന്റ്. ഈ ഒരു രീതിയിൽ ചേഞ്ച് കൊണ്ടുവന്നു. ആൻഡ് ദിസ് മീൻസ് ദാറ്റ് ദ റെസ്ട്രിക്ഷൻസ് ഓൺ ഷെഡ്യൂൾ 1 species which include animals requiring utmost protection such as tigers, elephants, rhinos, etc. are still in place with a provision for consultation. അതായത് കൺസൾട്ടേഷൻ വേണ്ട എന്ന് പുതിയ നിയമത്തിൽ പറയുന്നുണ്ടെങ്കിൽ ചില എനിമൽസിന് എന്താണ് പ്രീവിയസ് കൺസൾട്ടേഷൻ വേണം. ഉദാഹരണമായിട്ട് ടൈഗേഴ്സ് ആയിരിക്കാം, എലിഫൻസ് ആയിരിക്കാം, റൈനോസ് ആയിരിക്കാം, എക്സെട്ര. ഇവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, മുൻകൂട്ടി സമ്മതം വേണമെന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇനി ഷെഡ്യൂൾ 2 എന്താണ് പറയുന്നത്, the significant change in the new guidelines in the removal of licensing restrictions for the species listed in the Schedule 2 of the Wildlife Protection Act. അതായത് ഷെഡ്യൂൾ 2 എന്ത് ചെയ്യുന്നുണ്ട്, ലൈസൻസിങ്ങിന്റെ ഇഷ്യൂസ് റെസ്ട്രിക്ഷൻസ് റിമൂവ് ചെയ്യുന്നതിനെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത്, ഷെഡ്യൂൾ 2 പറയുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. ഓക്കെ, അതുപോലെ തന്നെ ദിസ് ഇംപ്ലൈസ് ദാറ്റ് ദ ലൈസൻസ് ഫോർ ട്രേഡിംഗ് ഇൻ ഷെഡ്യൂൾ 2 സ്പീഷീസ് ക്യാൻ ബി ഗ്രാൻഡഡ് വിത്തൗട്ട് എനി കൺസൾട്ടേഷൻ ഓർ അപ്രൂവൽ ഫ്രം ദ സെൻട്രൽ ഗവൺമെന്റ് വിച്ച് വാസ് റിക്വയർഡ് ഏർലിയർ. അതുപോലെ തന്നെ മുമ്പ് ഇതിനൊക്കെ വേണമായിരുന്നു, നിലവിൽ പലരും എന്ത് ചെയ്തിട്ടുണ്ട്, ഒഴിവാക്കിയിട്ടുമുണ്ട്. ഓക്കെ, അതിൽ വന്ന മാറ്റങ്ങൾ, വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ അമെന്റ്മെന്റ് ആക്ട് 2022 വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദ നമ്പർ ഓഫ് ഷെഡ്യൂൾ ഹാസ് ബീൻ റെഡ്യൂസ്ഡ് ഫ്രം ദി ഏർലിയർ 6. അതായത് മുൻപ് 6 ഷെഡ്യൂൾ ഉണ്ടായിരുന്നെങ്കിൽ പിന്നീട് 2022 ഇതിനെ എത്രയാക്കി മാറ്റുന്നുണ്ട്, 4 ആക്കി മാറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഷെഡ്യൂൾ 1 അന്ന് എന്തിനെ കുറിച്ചാണ് പറയുന്നത്, കണ്ടെയ്ൻസ് എനിമൽ സ്പീഷീസ് എൻജോയിങ് ദ ഹയസ്റ്റ് ലെവൽ ഓഫ് പ്രൊട്ടക്ഷൻ. ഷെഡ്യൂൾ 2 എന്തിനെ കുറിച്ചാണ് പറയുന്നത്, ഫോർ എനിമൽ സ്പീഷീസ് സബ്ജക്ട് ടു ലെസർ ഡിഗ്രി ഓഫ് പ്രൊട്ടക്ഷൻ. ഷെഡ്യൂൾ 3 എന്തിനെ കുറിച്ചാണ് പറയുന്നത്, പ്രൊട്ടക്റ്റഡ് പ്ലാന്റ് സ്പീഷീസിനെ കുറിച്ച്. അതുപോലെ തന്നെ ഷെഡ്യൂൾ 4 എന്തിനെ കുറിച്ചാണ് പറയുന്നത്, ഷെഡ്യൂൾ സ്പൈസ്മെന്റ്സ് അണ്ടർ ദ സിറ്റീസ് കൺവെൻഷൻ ഫോർ ഇന്റർനാഷണൽ ട്രേഡ് ഇൻ എൻഡേഞ്ചേർഡ് സ്പീഷീസ് ഓഫ് വൈൽഡ് ലൈഫ് ഫ്യൂണ ആൻഡ് ഫ്ലോറയെ കുറിച്ചാണ് ഷെഡ്യൂൾ 4 പറയുന്നത്. അപ്പൊ ചിലപ്പോൾ ചോദിക്കാം, ഷെഡ്യൂൾസിൽ എന്തൊക്കെ പറയുന്നത് ചോദിക്കാം. മുമ്പ് 6 ഷെഡ്യൂൾസ് ഉണ്ടായിരുന്നു, 2022 മാറിപ്പോയത്, 2024 അല്ല, 2024 നമ്മളിപ്പോ വരുത്തിയ വ്യത്യാസങ്ങളാണ് പറഞ്ഞത്. 2022 എന്ത് ചെയ്യുന്നുണ്ട്, മുമ്പ് നമുക്ക് ഉണ്ടായിരുന്നത് ഏകദേശം എന്താണ് 6 ഷെഡ്യൂളുകളാണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, അതിനെ 2 ഷെഡ്യൂളുകളാക്കിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കുറയ്ക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ സാധിക്കും. ക്ലിയർ? നെക്സ്റ്റ് വൺ, നിങ്ങൾ എല്ലാവരും കണ്ടൊരു ന്യൂസ് ആയിരിക്കും, എന്താണ്, റോഹൻ ബോപ്പണ്ണ ഓൾഡസ്റ്റ് വേൾഡ് നമ്പർ 1 ഇൻ മെൻസ് ഡബിൾസ്. ഓക്കെ, റോഹൻ ബോപ്പണ്ണ എന്ന് പറയുന്ന ആൾ എന്ത് ചെയ്യുന്നുണ്ട്, സെറ്റ് ടു ബിക്കം ദ ഓൾഡസ്റ്റ് ടെന്നീസ് പ്ലെയർ അറ്റ് ദ ഏജ് ഓഫ് 40 അച്ചീവ് ദ വേൾഡ്സ് നമ്പർ 1 റാങ്കിങ് ഇൻ മെൻസ് ഡബിൾസ്. He reaches the semi-finals of the Australian Open with his partner മാത്യു എൽഡൻ. അതായത് എന്ത് ചെയ്തിട്ടുണ്ട്, നിലവിൽ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, ഓൾഡസ്റ്റ് വേൾഡ് നമ്പർ 1 മെൻസ് ഡബിളിലേക്ക് എത്തിയിട്ടുണ്ട്. വേറെ കാര്യങ്ങളൊന്നും ഇതിൽ നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല, ഇദ്ദേഹത്തിന്റെ പേര് മാത്രം എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, നോട്ട് ചെയ്താൽ മതി. ബാക്കിയുള്ള കാര്യങ്ങൾ ഈ ഒരു കറണ്ട് അഫയേഴ്സ് നിന്ന് ചോദിക്കാനുള്ള ചാൻസസ്, സ്പോർട്സുമായി റിലേറ്റ് ചെയ്തായതുകൊണ്ട് തന്നെ ചോദിക്കാനുള്ള ചാൻസസ് വളരെ കുറവാണ്. പക്ഷെ അതിനൊരു ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ സ്റ്റാറ്റിക് ജികെ മീൻസ് തന്ന മെറ്റീരിയൽ ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. ചോദിക്കാനുള്ള സാധ്യത എന്ന് പറയുന്നത് എന്താണ്, വളരെയധികം എന്താണ്, കുറവാണ് എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് കറണ്ട് അഫയർ, ഹോമി ജെ ബാബ ഡെത്ത് ആനിവേഴ്സറി. അതായത് എന്താണ്, ഹോമി ജെ ബാബയുടെ എന്താണ്, ഡെത്ത് ആനിവേഴ്സറി. വെരി വെരി ഇമ്പോർട്ടന്റ് പേഴ്സണാലിറ്റി ആണ് ആര്, ഹോമി ജെ ബാബ. എന്താണ്, ഹോമി ജഹാംഗീർ ബാബ. അദ്ദേഹം എപ്പോഴാണ് ജനിക്കുന്നത്, 30 ഒക്ടോബർ 1909 മുംബൈ, ഇന്ത്യയിലാണ് എന്ത് ചെയ്യുന്നത്, ജനിക്കുന്നത്. ഇനി എപ്പോഴാണ് മരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, 24 ജനുവരി 1966 എന്ത് ചെയ്യുന്നത്, മരിക്കുന്നത്. ഇന്ത്യൻ ഫിസിസ്റ്റ് ആണ് അദ്ദേഹം. ഇന്ത്യൻ ഫിസിസ്റ്റിന്റെ പൈനിയർ ആണ് ആര് എന്ന് വിളിക്കുന്നത്, ഹോമി ജെ ബാബ എന്ന് വിളിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഡെത്ത് ആനിവേഴ്സറിയാണ് ഇതിനെ കറണ്ട് അഫയർ ആക്കി മാറ്റുന്നത്.
He is regarded the father of India's nuclear program. അതായത് എന്താണ് ഇന്ത്യൻ ന്യൂക്ലിയർ പ്രോഗ്രാമിന്റെ ഫാദർ എന്നുള്ള പേരിലാണ് ആരറിയപ്പെടുന്നത്? ഹോമി ജെ ബാബ എന്ത് ചെയ്യുന്നത് അറിയപ്പെടുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക നമുക്ക് കാണാൻ സാധിക്കുക എന്നുള്ളതാണ്. And he said the importance of nuclear power as a military deterrent and the source of energy and laid the foundation of India's nuclear establishment. അതായത് മിലിറ്ററിയിൽ ഇതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുകയും അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട് ഇത്തരം കാര്യങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട് തുടക്കം കുറിക്കുകയും ചെയ്യുന്നുണ്ട്. He founded and directed two of the institutions that would bring India into the nuclear age. അതായത് എന്ത് ചെയ്യുന്നുണ്ട് ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ രണ്ട് പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് എന്ത് ചെയ്യുന്നത് നിലവിൽ വരുന്നത്. ഒന്നെന്താണ് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച് TIFR and Atomic Energy Establishment from be later renamed as the Baba Atomic Research Center BARC in his honor. അതായത് എന്ത് ചെയ്യുന്നുണ്ട് രണ്ടാമത്തേതാണ് അറ്റോമിക് എനർജി എസ്റ്റാബ്ലിഷ്മെന്റ് ആണ് റോബെ, പിന്നീട് ഇതിനെ എന്ത് പേരിലേക്ക് നമ്മൾ മാറ്റി ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ ബാക്ക് എന്നുള്ള പേരിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ മാറ്റുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട്. ആൻഡ് ഇന്ത്യസ് 3-stage ന്യൂക്ലിയർ program formulated by ഹോമി ജെ ബാബ in the 1950s. അതായത് 1950 ഇന്ത്യയുടെ 3-stage ന്യൂക്ലിയർ പ്രോഗ്രാം ആര് ഫോർമുലേറ്റ് ചെയ്യുന്നുണ്ട്? ഹോമി ജെ ബാബ എന്ത് ചെയ്യുന്നുണ്ട് ഫോർമുലേറ്റ് ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ബാബ വാസ് ദ ഫസ്റ്റ് ഇന്ത്യൻ ടു റിസീവ് ദ ഇന്ത്യൻ ആഡംസ് പ്രൈസ് ഇൻ 1942. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് 1942 എന്ത് ചെയ്യുന്നുണ്ട് ആദ്യത്തെ ആഡംസ് പ്രൈസ് കിട്ടിയ ഇന്ത്യക്കാരൻ കൂടിയാണ് ആര് ഹോമി ജെ ബാബ എന്ന് വിളിക്കുന്ന. ഇത് ആരാണ് കൊടുക്കുന്നത്? ഹയസ്റ്റ് ഹോണർ ഗിവൻ ദ യൂണിവേഴ്സിറ്റി ഓഫ് കാംബ്രിഡ്ജ്. അതായത് എന്താണ് യൂണിവേഴ്സിറ്റി ഓഫ് കാംബ്രിഡ്ജ് ആണ് എന്ത് ചെയ്യുന്നത് ഇത് കൊടുക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക കാണാൻ പറ്റുക. അതുപോലെ തന്നെ ബാബ റിസീവ് ദ അവാർഡ് ഓഫ് തിയറി ഓഫ് ദി എലമെന്ററി പാർട്ടിക്കിൾസ് ആൻഡ് ദിയർ ഇന്ററാക്ഷൻസ്. ഹി വാസ് ആൾസോ അവാർഡ് പത്മഭൂഷൺ. അതുപോലെ തന്നെ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് എന്ത് കിട്ടുന്നുണ്ട് പത്മഭൂഷണം കിട്ടുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. ക്ലിയർ? വളരെ ഇമ്പോർട്ടന്റ് ആയൊരു പേഴ്സണാലിറ്റിയാണ്. അദ്ദേഹത്തിന്റെ എന്ത് ചെയ്യുക പ്രൊഫൈൽ ഒന്ന് നോക്കി വെക്കുക എക്സാമിന് പോകുന്നതിന് മുമ്പ്. നെക്സ്റ്റ് വണ്ണാണ് നാഷണൽ ഗേൾ ചൈൽഡ് ഡേ. നാഷണൽ ഗേൾ ചൈൽഡ് ഡേ NGCD is observed on 24th January every year to shed light on the challenges faced by girls in Indian society. അതായത് എന്താണ് നമുക്കറിയാം ഇന്ത്യൻ സൊസൈറ്റിയിൽ ഇന്നും ഗേൾസ് ഒരുപാട് രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട് ബുദ്ധിമുട്ടുകൾ എന്ത് ചെയ്യുന്നുണ്ട് നേരിടുന്നുണ്ട് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി. ഓക്കെ, അതിനെ മാറ്റുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തുടങ്ങിയതാണ് ഏത് എന്ന് വിളിക്കുന്നത് നാഷണൽ ഗേൾ ചൈൽഡ് ഡേ എന്നുള്ള പേരിൽ എന്ത് ചെയ്യുന്നത് അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി നമുക്ക് അതിന്റെ ഇമ്പോർട്ടൻസിലേക്ക് പോവാം. ഐ ആം ജസ്റ്റ് ആസ്കിങ് ഫോർ യു എന്തൊക്കെ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളായിരിക്കും ഇന്ന് ഈ ഇന്ത്യൻ സൊസൈറ്റിയിൽ എന്ത് ചെയ്യുന്നുണ്ട് ഗേൾസ് നേരിടുന്നതായിട്ട് കാണാൻ പറ്റും. അറിയുമെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക മെസ്സേജ് ചെയ്യുക. ആൻഡ് ദ ഡേ ഫോക്കസസ് ഓൺ ക്രിയേറ്റിംഗ് അവയർനെസ് അബൌട്ട് ദി inequalities girls encounter, the advocates for the equal opportunities in the education, healthcare and nutrition. ഉദാഹരണമായിട്ട് എന്താണ് പറയുന്നത് എന്താണ് ഗേൾസ് പല രീതിയിലുള്ള ഇൻഈക്വാലിറ്റീസ് നേരിടുന്നുണ്ട്. ഉദാഹരണമായിട്ട് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസിൽ, എഡ്യൂക്കേഷനിൽ, ഹെൽത്ത് കെയറിൽ, ന്യൂട്രീഷനിലൊക്കെ. NGCD was established by Ministry of Women and Child Development in 2008. എന്താണ് മിനിസ്ട്രി ഓഫ് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ആണ് 2008 എന്ത് ചെയ്യുന്നത് ഇതിന് തുടക്കം കുറിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക നമുക്ക് കാണാൻ പറ്റുക. This initiative acknowledges the unique challenges faced by girls, including child marriage and gender-based violence. അതായത് പല രീതിയിലുള്ള ചൈൽഡ് മാരേജ് എന്ത് ചെയ്യുന്നുണ്ട് നേരിടുന്നുണ്ട്. അതുപോലെ തന്നെ ജെൻഡർ ബേസ്ഡ് വയലൻസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് സ്ത്രീകൾ നേരിടുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ ഉദാഹരണമായിട്ട് ഇപ്പോഴും ചൈൽഡ് മാരേജ് ഒക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, ആബ്സല്യൂട്ട്ലി യെസ്. ഇപ്പൊ ഉദാഹരണമായിട്ട് നിങ്ങൾ കേട്ടാവും ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഫേമസ് ആയ ഒരു കേസാണ് വൈശാഖ കേസ് എന്ന് വിളിക്കുന്നത്. നിങ്ങൾ കേട്ടിരിക്കാൻ സാധ്യതയുള്ള ഒരു കേസുകളിലൊന്നാണ് ഈ വൈശാഖ കേസ്. ഈ വൈശാഖ കേസിന് ഉണ്ടായൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഞെട്ടിക്കുന്ന രീതിയിലാണ്. അതായത് ഈ രാജസ്ഥാനിൽ ബൻവാരി ദേവി എന്ന് പറയുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ഈ ബൻവാരി ദേവിയുടെ ജോലി ഒരു സോഷ്യൽ വർക്കറായിരുന്നു. സമൂഹത്തിൽ നടക്കുന്ന അന്ധവിശ്വാസങ്ങളെ അനാചാരങ്ങളെയൊക്കെ മാറ്റി സമൂഹത്തെ മുന്നിലേക്ക് എത്തിക്കുക, അതാണ് അവരുടെ ജോലി. ഒരു ദിവസം ഈ ബൻവാരി ദേവി തൊട്ടപ്പുറത്തെ ഗ്രാമത്തിലൊരു ചൈൽഡ് മാരേജ് നടക്കുന്നുണ്ട് എന്ന് അറിയുകയും അതിനെ സ്റ്റോപ്പ് ചെയ്യാൻ ചെല്ലുകയും അവിടെ ബൻവാരി ദേവിയെ ആളുകൾ ഗാങ് റേപ്പ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതിനെതിരെയാണ് പിന്നീട് വൈശാഖ കേസ് നടക്കുന്നത്, അതായത് സ്ത്രീകൾ നേരിടുന്ന ലൈംഗിക അക്രമത്തിനെതിരെ. പക്ഷെ ഞാൻ പറഞ്ഞു വന്നൊരു പോയിന്റ് അത് മാത്രമല്ല, പക്ഷെ അന്ന് ബൻവാരി ദേവി സ്റ്റോപ്പ് ചെയ്യാൻ ചെല്ലുമ്പോൾ കല്യാണം കഴിക്കാൻ നിന്നിരുന്ന പെൺകുട്ടിയുടെ പ്രായം എന്ന് പറയുന്നത് നമ്മളെ ഒരുപക്ഷെ ഞെട്ടിക്കുന്നതാണ്. വെറും 9 മാസം മാത്രം പ്രായമായ പെൺകുട്ടി, ഓൺലി 9 months. ഞാൻ പറയുന്ന 9 വയസ്സല്ല, വെറും 9 മാസം മാത്രമായ ഒരു പെൺകുട്ടിയുടെ ചൈൽഡ് മാരേജ് ആണ് നടത്തിയത്. ഇപ്പോഴും
ഇന്ത്യൻ സമൂഹത്തിൽ ഇത്തരം കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ബട്ട് യെസ്, അൺഫോർച്ചുനേറ്റ്ലി യെസ്, ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, ഇത്തരം കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, ആൻഡ് ദ NGCD commemorate the inaugural anniversary of Beti Bachao, Beti Padhao scheme, Save the Girl Child, Educate the Girl Child, launched in 2015. അതുപോലെ തന്നെ എന്താണ് ഈ NGCയുടെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഏത് പ്രോഗ്രാം കൊണ്ടുവരുന്നത്, ബേട്ടി ബച്ചാവോ ആൻഡ് ബേട്ടി പഠാവോ 2015 ജനുവരി 22 എന്നാണ് സേവ് ദ ഗേൾ ചൈൽഡ് ആൻഡ് എഡ്യൂക്കേറ്റ് ദ ഗേൾ ചൈൽഡ് എന്നുള്ള മെസ്സേജ് എന്ത് ചെയ്യുന്നത് കൊടുക്കുന്ന ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ സ്കീം കൊണ്ടുവരുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ സാധിക്കുക എന്നുള്ളതാണ്. ക്ലിയർ? Okay, any doubts? Anyone? Okay, fine. No. Next one, Asian Buddhist Conference for Peace. Next current affair ആണ് Asian Buddhist Conference for Peace. Recently, the Asian Buddhist Conference for Peace, ABCP, a voluntary mass movement of Buddhists in Asia, convened in 12th General Assembly in New Delhi. Okay, ഇതാണ് ഇത് കറണ്ട് അഫെയർ ആയി വരാനുള്ള കാരണം. നമുക്ക് ഇതിനെക്കുറിച്ച് നോക്കാം. എന്താണ് ഇതിന്റെ തീം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് പലപ്പോഴും ചോദിക്കാനുള്ള സാധനമാണ് തീം. പ്രധാനമായിട്ടും എക്സാമുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി വരുന്ന ഒരു കാര്യങ്ങളിലൊന്നാണ് ഈ തീം എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇതിന്റെ തീം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ദ ബുദ്ധിസ്റ്റ് വോയിസ് ഓഫ് ഗ്ലോബൽ സൗത്ത്. ഓക്കെ, ഇതാണ് ഇതിന്റെ തീം എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് ABC ഇവിടെ പ്രാവശ്യത്തെ തീം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ദ ബുദ്ധിസ്റ്റ് വോയിസ് ഓഫ് ഗ്ലോബൽ സൗത്ത് ആണ് തീം എന്ന് പറയുന്നത്. ആൻഡ് റിഫ്ലക്ട് ഇന്ത്യസ് കമ്മിറ്റ്മെന്റ് ആസ് ദി ഡെമോൺസ്ട്രേറ്റഡ് ത്രൂ ദ G20 presidency and the voice of global south summit. And India's commitment to Buddha's legacy, India was the featured as the nation guided by the principles of Buddha. അതായത് നമ്മൾ പല രീതിയിൽ നമ്മുടെ ഈ പല കാര്യങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ പല പോളിസീസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ എന്താണ് പറയുന്നത് ഗവൺമെന്റ് നമ്മൾ ഫോളോ ചെയ്യുന്ന ആരുടെ പോളിസീസ് ആണെന്നാണ് പറയുന്നത്, ബുദ്ധയുടെ പോളിസീസ് ആണെന്നാണ് പറയുന്നത്. ആൻഡ് പ്രൊട്ടക്റ്റീവ് റോൾ ഓഫ് ഇന്ത്യ വാസ് ഹൈലൈറ്റിംഗ് ദ ഡെവലപ്മെന്റ് ഓഫ് ബുദ്ധിസ്റ്റ് സർക്യൂട്ട് ആൻഡ് എസ്റ്റാബ്ലിഷിംഗ് ദ ഇന്ത്യസ് ഇന്റർനാഷണൽ സെന്റർ ഫോർ ബുദ്ധിസ്റ്റ് കൾച്ചർ. അതുപോലെ തന്നെ ഇതിനൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, തുടക്കം കുറിച്ചിട്ടുണ്ട്. ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ റെക്കഗ്നിഷൻ ഓഫ് ബുദ്ധാസ് ഇൻഫ്ലുവൻസ്, emphasis was placed on the discipline of Lord Buddha in the artwork of Indian Constitution, specifically the Part 5 were the feature of the section of the Union Government. അല്ലെ, അതായത് പാർട്ട് 5 എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ബുദ്ധയുടെ എന്താണ് ചിത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, കാണാൻ പറ്റുക. അല്ലെ, പാർട്ട് 5 പ്രധാനമായിട്ടും എന്തിനെ കുറിച്ചാണ് പറയുന്നത്? എനിവൺ? പാർട്ട് 5 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? Anyone? Yes, union. Yes, union ഗവൺമെന്റിനെ കുറിച്ചാണ് ഇത് പറയുന്നത്, പാർട്ട് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് കറണ്ട് അഫെയർ. അപ്പോൾ ഈ പാർട്സ് ഒക്കെ നമ്മൾ പഠിച്ചു വെക്കേണ്ട കാര്യമാണ്, ഞാൻ വീണ്ടും അത് പറയുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് വൺ, പരാക്രം ദിവസ് 2024 എന്നാണ്. റീസെന്റ് ദ പ്രൈം മിനിസ്റ്റർ PM ഓഫ് ഇന്ത്യ ഹാസ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ പരാക്രം ദിവസ് 23rd January 2024 celebration at Red Fort to mark the birth anniversary of Netaji Subhash Chandra Bose. അതായത് എന്താണ് നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ബർത്ത് ആനിവേഴ്സറി ആണ് ഏത് എന്ന് വിളിക്കുന്നത്, പരാക്രം ദിവസ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന. എവിടെയാണ് സെലിബ്രേഷൻസ് ആണെന്ന്? റെഡ് ഫോർട്ടിൽ. അത് ആര് പങ്കെടുത്തിരുന്നു? പ്രൈം മിനിസ്റ്റർ പങ്കെടുത്തിരുന്നു. ഇതാണ് ന്യൂസ്. ഓക്കെ, നമുക്കിനി അതിനെക്കുറിച്ച് നോക്കാം. എന്താണ് പരാക്രം ദിവസ്? ഇനീഷ്യേറ്റഡ് ഇൻ 2021, പരാക്രം ദിവസ് is the annual celebration of India's commemorating the birth anniversary of Netaji Subhash Chandra Bose. അതായത് നേതാജി സുഭാഷ് ചന്ദ്ര ബോസിന്റെ എന്താണ് ബർത്ത് ആനിവേഴ്സറി ആണ് പരാക്രം ദിവസ് ആയിട്ട് എന്ത് ചെയ്യുന്നത്, നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. The term പരാക്രം translate to encourage the valor in Hindi, reflecting the strong and encourageous spirit of Netaji and those who fought for India's freedom. നമുക്കറിയാം അദ്ദേഹം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് വേണ്ടി എന്താണ് ഫൈറ്റ് ചെയ്താണ്. അതിന്റെ അർത്ഥം വരുന്ന പരാക്രം എന്നുള്ള വാക്കാണ് എന്ത് ചെയ്യുന്നത്, ഇദ്ദേഹത്തെ ഓർക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. The celebrations typically include various events and activities highlight the historical significance of Netaji's role in the freedom struggle. അതായത് എന്താണ് ഫ്രീഡം സ്ട്രഗിളിൽ നേതാജിയുടെ റോൾ എന്താണ് എന്ന് കാണിക്കുന്ന പല രീതിയിലുള്ള ആക്ടിവിറ്റീസ് ആണ് എന്ത് ചെയ്യുന്നത്, ഇത്തരം ഒരു ദിവസം എന്ത് ചെയ്യുന്നത്, സെലിബ്രേറ്റ് ചെയ്യുന്ന. ദ കോംപ്രഹെൻസീവ് സെലിബ്രേഷൻ
is being organized by Ministry of Culture in the collaboration with the allied institutions. അതായത് എന്താണ്, ഇത് ആരാണ് കണ്ടക്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിസ്ട്രി ഓഫ് കൾച്ചർ ആണ്. ആരുടെ കൊളാബറേഷനോട് കൂടി? allied institutions such as Archaeological Survey of India, National School of Drama, Sahitya Academy and the National Archives of India. ഇവരുടെ സഹായത്തോടു കൂടി മിനിസ്ട്രി ഓഫ് കൾച്ചർ ആണ് എന്ത് ചെയ്യുന്നത്, ഇത്തരം ഒരു പ്രോഗ്രാം എന്ത് ചെയ്യുന്നത്, സെലിബ്രേറ്റ് ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ സാധിക്കുക എന്നുള്ളതാണ്. ക്ലിയർ? As part of the program, the event will host the rich array of activities that delve into the profound legacy of Netaji Subhash Chandra Bose, the Azadi Hindu Fauj, marking the Netaji's 125th birth anniversary in 2022. The hologram was installed near the India Gate, where the statue of King George V had stood till its removal in 1968. അതായത് നമുക്കറിയാം 1968 കിങ് ജോർജ് ഫൈവിന്റെ എന്ത് ചെയ്തു, മാറ്റിയ സ്ഥലത്ത് നേതാജിയുടെ 125ാമത്തെ ബർത്ത് ആനിവേഴ്സറിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ഹോളോഗ്രാം എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ആൻഡ് ലേറ്റർ ദ ഹോളോഗ്രാം ഓഫ് നേതാജി റീപ്ലേസ്ഡ് ബൈ ഗ്രാൻഡ് സ്റ്റേറ്റ് ഓഫ് 8 September 2022 നിയർ ദ ഇന്ത്യ ഗേറ്റ് ഇൻ ന്യൂഡൽഹി. ഓക്കെ, അപ്പൊ വേണമെങ്കിൽ ചോദിക്കാം, നിലവിൽ എവിടെയാണ് നേതാജിയുടെ ഹോളോഗ്രാം കാണുന്നത് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസ് ഒക്കെ എന്താണ് ചോദിക്കാൻ സാധ്യത ഉണ്ട്. ക്ലിയർ? നെക്സ്റ്റ് വൺ, മാദിഗ ലാംഗ്വേജ് ഓൺ ബ്രിങ്ക് ഓഫ് എക്സ്റ്റൻഷൻസ്. ഓക്കെ, ഈ ന്യൂസ് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിരുന്നോ? എനി വൺ? വെരി വെരി ഇമ്പോർട്ടൻറ്റ്, വെരി വെരി ഇൻട്രസ്റ്റിംഗ്. ഈ ന്യൂസ് ആരെങ്കിലും എവിടെയെങ്കിലും കണ്ടിരുന്നോ? എന്താണ് ഈ ന്യൂസ് എന്നറിയാവോ? കണ്ടിട്ടില്ല. ഓക്കെ, ഇത് എവിടെയാണ് നടക്കുന്നത് എന്നറിയാവോ? ഇൻ വിച്ച് സ്റ്റേറ്റ്സ്? ഏത് സംസ്ഥാനത്താണ് ഇത് നടക്കുന്നതെന്ന് അറിയാമോ? എനി വൺ? ആരും ഉത്തരം പറയുന്നില്ല. യെസ്, കേരള. യെസ്, കേരള. കേരള. യെസ്, കേരളത്തിലാണ് നടക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കി നോക്കാം എന്താണ് ന്യൂസ്. ഇൻ ദ റിമോട്ട് കോളനി ഓഫ് കൊങ്കണം നിയർ കരിവള്ളൂർ ഗ്രാമപഞ്ചായത്ത്, കേരള, ദ ചഗല്യ കമ്മ്യൂണിറ്റി ഈസ് ഗ്രാപ്പിംഗ് വിത്ത് ദ ഇമിനന്റ് ലോസ് ഓഫ് ഇറ്റ്സ് യുണീക് ലാംഗ്വേജ് മദിക. അതായത് എന്താണ്, അവിടുത്തെ കമ്മ്യൂണിറ്റി, ഓക്കെ, അവിടുത്തെ കമ്മ്യൂണിറ്റി ഉപയോഗിക്കുന്ന ലാംഗ്വേജുകൾ, ഏത് കമ്മ്യൂണിറ്റി? ചക്ലാക്കിയ കമ്മ്യൂണിറ്റി ഉപയോഗിക്കുന്ന ലാംഗ്വേജുകളിൽ ഒന്നാണ് ഇത് മദിക എന്ന് വിളിക്കുന്നത്. ഓക്കെ, ആ ലാംഗ്വേജ് എന്താണ്, ഒരു യുണീക് ലാംഗ്വേജ് ആണ്. നിലവിൽ എന്ത് ചെയ്യാണ്, അത് നഷ്ടപ്പെടാനുള്ള, അല്ലെങ്കിൽ എന്താണ്, അത് ഭൂമുഖത്ത് നിന്ന് ഇല്ലാതെ ആവാനുള്ള ഒരു സാധ്യത എന്താണ്, കൂടുതലാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, എന്തുകൊണ്ടാണെന്ന് നമുക്ക് നോക്കാം. There are only 2 people left who are the last fluent speakers in Madiga. അതായത് ഈ ലാംഗ്വേജ് സംസാരിക്കുന്ന ആളുകളിൽ വളരെ ഫ്ലുവൻ്റ് ആയി സംസാരിക്കുന്ന രണ്ട് പേരെ ഇന്ന് എന്ത് ചെയ്യുന്നുള്ളൂ, ഇവിടെ ജീവിച്ചിരിക്കുന്നുള്ളൂ എന്നുള്ളതാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ അവർ മരിച്ചു കഴിഞ്ഞാൽ എന്താണ്, ഈ ലാംഗ്വേജും ഒരുപക്ഷെ ഈ ലോകത്ത് നിന്ന് നഷ്ടമാവും. ഇനി മദിക ലാംഗ്വേജ് എന്ന് പറയുന്നത് എന്താണ്, ഇതിനൊരു സ്ക്രിപ്റ്റ് ഇല്ല. ഓക്കെ, അതായത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതിനെന്തില്ല, സ്ക്രിപ്റ്റ് ഇല്ല എന്നുള്ളതാണ്. എന്നാൽ അതേസമയം ദ ബ്ലഡ് ഓഫ് തെലുങ്കു, തുളു, കന്നഡ, മലയാളം ഇതിന്റെയൊക്കെ ഒരു കോമ്പിനേഷൻ കൂടിയാണ് ഇത് എന്ന് പറയുന്നത്. ഡിസ്പൈറ്റ് സൗണ്ടിങ് സിമിലർ ടു കന്നഡ, ഇതിന്റെ സൗണ്ടിങ് ഏകദേശം കന്നഡയോട് സെയിം ആണ്. ആൻഡ് ഇറ്റ് ക്യാൻ believer listeners due to its diverse linguistic influences. Madiga is the largely influenced by Havikya Kannada and old form of Kannada. അതായത് കന്നഡ ഓൾഡ് ഫോം ആക്കിയ ഹവിക്യ കന്നഡയിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്തത് ഉണ്ടായിട്ടുള്ള എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക എന്നുള്ളതാണ്. പക്ഷെ ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും നന്നായി സംസാരിക്കുന്ന ആളുകളിൽ 2 പേര് മാത്രമേ ഇന്ന് എന്ത് ചെയ്യുന്നുള്ളൂ, ജീവിച്ചിരിക്കുന്നുള്ളൂ എന്നുള്ളതാണ്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു കമ്മ്യൂണിറ്റിയെ മുമ്പ് എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അൺടച്ചബിൾസ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, കൺസിഡർ ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. അപ്പൊ അത്രയേ ഉള്ളൂ. ഈ 2 പേര് മരിച്ചു കഴിഞ്ഞാൽ ഇതിന് കൃത്യമായിട്ടൊരു സ്ക്രിപ്റ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇത് നശിച്ചു പോകാനുള്ള ഒരു സാധ്യത എന്താണ്, കൂടുതലാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ആ ലാംഗ്വേജിന്റെ നെയിം എന്ത് ചെയ്യാം, ആലോചിച്ച് വയ്ക്കുക. ചിലപ്പോൾ എന്താണ് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണത്. ക്ലിയർ? നെക്സ്റ്റ് വൺ ആണ്, ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ഈസ് ദ 4th ലാർജസ്റ്റ് ഗ്ലോബലി. ഗ്ലോബലി എന്താണ്, 4th ലാർജസ്റ്റ് സ്റ്റോക്ക് മാർക്കറ്റ് നിലവിൽ ആരുടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരുടേതാണ്, ഇന്ത്യയുടേതാണ്. ഓക്കെ, അതാണ് ന്യൂസ് വന്നിരിക്കുന്നത്. അതായത് നിലവിൽ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് ഗ്ലോബലി 4th ലാർജസ്റ്റ് സ്റ്റോക്ക് മാർക്കറ്റ് ആണ് എന്നാണ് എന്ത് ചെയ്യുന്നത് പറയുന്നതാണ്. അതാണ് ന്യൂസ് വരാനുള്ള എന്താണ് ഒരു റീസൺ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇതിന്റെ പെർസെൻറ്റേജും കാര്യങ്ങളും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല, ഞാൻ ജസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്നേ ഉള്ളൂ. Despite a 1.5% dip in domestic indicators, the combined value of listed shares on the Indian exchanges reached
USD 4.33 trillion. ഓക്കെ, ഇത് നമ്മൾ നോക്കിയേക്കണം, ഈ ഒരു എമൗണ്ട് നോക്കിയേക്കണം, 4.33 trillion, exceeding Hong Kong USD 4.29 trillion after reported by Bloomberg. അതായത് Bloomberg റിപ്പോർട്ട് ചെയ്ത പ്രകാരം ഏകദേശം ഹോങ്കോങ്ങിന്റെ 4.29 ട്രില്യനെ വെട്ടിച്ചുകൊണ്ട് ഇന്ത്യയുടെ 4.33 ട്രില്യൺ എന്ത് ചെയ്തിട്ടുണ്ട്, നിലവിൽ വരികയും അതുപോലെ തന്നെ 4ാം സ്ഥാനത്തേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ്, US, ചൈന, ജപ്പാൻ തുടങ്ങിയവരാണ് ഇനി ഇന്ത്യക്ക് മുന്നിലായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കേണ്ട എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു സെബിയെ കുറിച്ച്, അല്ലെ, സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയെ കുറിച്ച്, സെബിയെ കുറിച്ച് ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പൊ ആ സെബിയെ കുറിച്ച് എന്ത് ചെയ്യണം, നമ്മൾ പഠിച്ചു വെച്ചിരിക്കണം, അത് ചോദ്യം വരാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ്. ഓക്കെ, എന്താണ് സെബിയെ കുറിച്ച് എന്ത് ചെയ്യണം, നമ്മൾ പഠിച്ചു വെക്കണം, അതെന്താണ്, ചോദ്യം വരാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ്. ജസ്റ്റ് എന്ത് ചെയ്യാം, ഈ ഒരു ഭാഗം വരുമ്പോൾ കറണ്ട് അഫയർ ഒന്ന് എന്ത് ചെയ്യാം, സെബിയെ കുറിച്ച് എന്ത് ചെയ്യാം, ഒന്ന് നോട്ട് വയ്ക്കാം. ഓക്കെ, നമുക്കറിയാം ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റിന്റെ ഹെഡാണ് ആര് എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഒക്കെ ഹെഡാണ് ആര് എന്ന് വിളിക്കുന്നത്, സെബി, സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്നുള്ള പേരിൽ എന്ത് ചെയ്യുന്നത്, അറിയപ്പെടുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ സാധിക്കും. ക്ലിയർ. നെക്സ്റ്റ് വൺ, എക്സൈസ് ഡെസേർട്ട് നൈറ്റ് എന്താണ്, റീസെന്റ് ദ ഇന്ത്യൻ എയർഫോഴ്സ് ജോയിന്റ് ഫോഴ്സസ് വിത്ത് ദ ഫ്രഞ്ച് എയർ ആൻഡ് ദ സ്പേസ് ഫോഴ്സ് and United Arab Emirates Air Force in the Exite Desert Night, showcasing collaborative air operations and strengthening diplomatic ties. അതായത് നിലവിൽ എന്താണ്, ഇന്ത്യൻ എയർഫോഴ്സ് IAF അതുപോലെ തന്നെ ആരുടെ കൂടെ, ഫ്രഞ്ച് എയർ ആൻഡ് സ്പേസ് ഫോഴ്സസിന്റെയും അതുപോലെ തന്നെ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന്റെ UAE എയർഫോഴ്സസിന്റെയും കൂടെ നടത്തിയ ജോയിന്റ് മിലിറ്ററി എക്സസൈസ് ആണ് ഏതാന്ന് വിളിക്കുന്നത്, ഡെസേർട്ട് നൈറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലും ഇതേപോലെ തന്നെ എന്ത് ചെയ്തിരുന്നു, മിലിറ്ററി ഓപ്പറേഷൻസ് ഡിസ്കസ് ചെയ്തിരുന്നു. സോ തീർച്ചയായിട്ടും മിലിറ്ററി ഓപ്പറേഷൻസ് ഏതൊക്കെയാണ് കൃത്യമായിട്ട് എന്തുണ്ടായിരിക്കണം, നമുക്ക് ധാരണ ഉണ്ടായിരിക്കും, ചോദ്യം ചോദിക്കാൻ സാധ്യതയുള്ള മേഖലയാണ്. ഓക്കെ, എക്സൈസ് ഡെസേർട്ട് നൈറ്റ് ഈസ് ദ ജോയിന്റ് മിലിറ്ററി എക്സൈസ് ബിറ്റ്വീൻ ഇന്ത്യ, ഫ്രാൻസ് ആൻഡ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. ആരൊക്കെ ചേർന്നിട്ടാണ്, ഇന്ത്യയും ഫ്രാൻസും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും ചേർന്ന് നടത്തുന്ന ഒരു ജോയിന്റ് മിലിറ്ററി എക്സൈസ് ആണ് ഏത് എന്ന് വിളിക്കുന്നത്, എക്സൈസ് ഡെസേർട്ട് നൈറ്റ് എന്ന് വിളിക്കുന്നത്. The exercise took place over the Arabian Sea with the IAF operating from bases in India. അതായത് ഏതിന്റെ മുകളിലൂടെയാണ്, അറേബ്യൻ സീയുടെ മുകളിലൂടെയാണ്. ആരാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്, IAF ആണ് എന്ത് ചെയ്യുന്നത്, ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. അതായത് ഈ രാജ്യങ്ങൾ തമ്മിലുള്ള അല്ലെങ്കിൽ ഈ 3 എയർഫോഴ്സുകളും തമ്മിൽ എന്ത് ചെയ്യുക, ഡിപ്ലോമസി എന്ത് ചെയ്യുക, അല്ലെങ്കിൽ കോർപ്പറേഷൻ എന്ത് ചെയ്യുക, കാണിക്കുക എന്നുള്ളതാണ് ഏതിന്റെ ലക്ഷ്യം എന്ന് വിളിക്കുന്നത്, എക്സൈസ് ഡെസേർട്ട് നൈറ്റിന്റെ എന്താണ് ലക്ഷ്യം എന്ന് വിളിക്കുന്നത്. ക്ലിയർ. നെക്സ്റ്റ് വൺ ആണ് ഫെഡറലിസം. ഓക്കെ, എന്താണ് ഫെഡറലിസം? In September 2023, the Union Government High Level Committee on One Nation, One Election under the leadership of former President Ramnath Kovind, അതായത് രാംനാഥ് കോവിന്ദിന്റെ നേതൃത്വത്തിൽ നമ്മൾ മുമ്പ് വൺ നാഷൻ വൺ ഇലക്ഷൻ, അതായത് ഒരു രാജ്യം ഒരൊറ്റ തെരഞ്ഞെടുപ്പ് എന്നുള്ള ആശയവുമായി ബന്ധപ്പെട്ടിട്ട് എന്ത് ചെയ്തിരുന്നു, ചില പഠനങ്ങൾ നടത്തിയിരുന്നു. ഓക്കെ, ഇപ്പൊ അതാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ന്യൂസ് വന്നിരിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റാം. അപ്പൊ ഇവിടുന്ന് വൺ നാഷനെ വൺ ഇലക്ഷനെ കുറിച്ച് നമ്മൾ ഇപ്പൊ നോക്കേണ്ട ആവശ്യമില്ല, കാരണം അത് നിലവിൽ വന്നിട്ടില്ല. പക്ഷേ ഇവിടെ വന്നിരിക്കുന്ന ടോപ്പിക് കറണ്ട് അഫെയർ എന്താണ്, ഫെഡറലിസം ആണ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇന്ത്യയുടെ ഫെഡറലിസത്തിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, പ്രധാനമായിട്ട് ഇന്ത്യൻ ഫെഡറലിസത്തിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും, ഡ്യുവൽ ഗവൺമെന്റ് ഓഫ് പോളിറ്റി. അതായത് നമുക്ക് എന്തുണ്ട്, 2 ഗവൺമെന്റ് ഉണ്ട്, അല്ലെ, സെൻട്രൽ ഗവൺമെന്റ് ഉണ്ട്, സ്റ്റേറ്റ് ഗവൺമെന്റ് ഉണ്ട്. അതുപോലെ തന്നെ ഡിവിഷനെ നമ്മൾ പല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, അതായത് അധികാരങ്ങളെ നമ്മൾ പല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ചില സമയത്ത് നമുക്കറിയാം റിജിഡ് ആണ്, പെട്ടെന്ന് എന്താണ് മാറ്റാൻ സാധിക്കാത്തവയാണ്. അതുപോലെ തന്നെ ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി, സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന എന്താണ് നീതിന്യായ വിഭാഗമാണ്. അതുപോലെ തന്നെ ഇന്ത്യ ഫോളോ ചെയ്യുന്ന എന്താണ് ബൈക്യാമോസം, അതായത് 2 സഭകളുള്ള പാർലമെന്റ് ആണ്. ഓക്കെ, വേണമെങ്കിൽ ചോദിക്കാം എക്സാമിന് എന്തൊക്കെയാണ് യൂണിറ്ററി ഫീച്ചേഴ്സ്, എന്തൊക്കെയാണ് ഫെഡറൽ ഫീച്ചേഴ്സ്. ഓക്കെ, ഞാനിവിടെ യൂണിറ്ററി ഫീച്ചേഴ്സ് എന്തൊക്കെയാന്ന് പറയാം. നിങ്ങൾ മെസ്സേജിൽ എന്തൊക്കെയാണ് ഫെഡറൽ ഫീച്ചേഴ്സ് എന്നുള്ള എന്ത് ചെയ്യുക, ഒന്ന് ടൈപ്പ് ചെയ്തത്. നിങ്ങൾക്ക് ഏതൊക്കെ ഫെഡറൽ ഫീച്ചേഴ്സ് അറിയാമെന്നുണ്ടെങ്കിൽ ആ ഫെഡറൽ ഫീച്ചേഴ്സ് എന്ത് ചെയ്യുക, ടൈപ്പ് ചെയ്തിടുക. യൂണിറ്ററി ഫീച്ചേഴ്സ് എന്തൊക്കെയാന്നുള്ള കാര്യം എന്ത് ചെയ്യുക, ഞാനിപ്പോൾ പറയാം. പ്രധാനമായിട്ടും യൂണിറ്ററി ഫീച്ചേഴ്സ് എന്തൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് പറയുന്നത് സിംഗിൾ ഗവൺമെന്റ് ആണ്. ഓക്കെ, ഒന്നാമത്തെ എന്താണ്, സിംഗിൾ ഗവൺമെന്റ് ആണ്. യൂണിറ്ററി ഫീച്ചേഴ്സിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയ തിങ് എന്താണ്, സിംഗിൾ ഗവൺമെന്റ് ആണ്. ആൻഡ് രണ്ടാമത്തേത് എന്ന് പറയുന്നത് എന്താണ്, കോൺസ്റ്റിറ്റ്യൂഷൻ വേണമെങ്കിൽ എന്ത് ചെയ്തിരിക്കാം, റിട്ടേൺ ആവാം, അല്ലെങ്കിൽ എന്താവാം, അൺറിട്ടേൺ ആവാം. ഒന്നെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ റിട്ടേൺ ആവാം, അല്ലെങ്കിൽ എന്താവാം, അൺറിട്ടേൺ ആവാം. പിന്നെ നോ ഡിവിഷൻ ഓഫ് പവേഴ്സ് എന്നാ പറയാം, നോ ഡിവിഷൻ ഓഫ് പവേഴ്സ്, അതായത് അധികാരങ്ങൾ എന്ത് ചെയ്യുന്നില്ല,
വിഭജിക്കുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ മേ സുപ്രീം, കോൺസ്റ്റിറ്റ്യൂഷൻ മേ സുപ്രീം, ചിലപ്പോൾ എന്താവാം കോൺസ്റ്റിറ്റ്യൂഷൻ സുപ്രീം ആവാം. ആരെ പോലെ? ജപ്പാൻ എന്നുള്ള രാജ്യത്തെ പോലെ, അല്ലെങ്കിൽ ബ്രിട്ടനെ പോലെ ചിലപ്പോൾ എന്താവില്ല, സുപ്രീം ആവുകയും ചെയ്യില്ല. അത് പറയാൻ പറ്റില്ല. കോൺസ്റ്റിറ്റ്യൂഷൻ മേ സുപ്രീം, ചിലപ്പോൾ ആവാം. അതുപോലെ തന്നെ ജുഡീഷ്യറി ഈസ് ഇൻഡിപെൻഡന്റ് ഓർ നോട്ട്. ജുഡീഷ്യറി ചിലപ്പോൾ ഇൻഡിപെൻഡന്റ് ആവാം, ചിലപ്പോൾ എന്താവില്ല, ഇൻഡിപെൻഡന്റ് ആവില്ല. ചിലപ്പോൾ എന്താവില്ല, ഇൻഡിപെൻഡന്റ് ആവില്ല. അത് നമുക്ക് പറയാൻ സാധിക്കില്ല. അതുപോലെ തന്നെ ലെജിസ്ലേച്ചർ വേണമെങ്കിൽ എന്തായിരിക്കാം, ബൈക്യാമറൽ ആയിരിക്കാം, അല്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കാം, യൂണിക്യാമറൽ ആയിരിക്കാം. അതായത് ഒന്നുകിൽ 2 സഭയുള്ള പാർലമെന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു സഭയുള്ള പാർലമെന്റ് ആയിരിക്കാം. ഇതാണ് യൂണിറ്ററി ഫീച്ചേഴ്സിന്റെ എന്താണ് പ്രത്യേകത എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഫെഡറൽ ഫീച്ചേഴ്സിന്റെ പ്രത്യേകത എന്തൊക്കെയായിരിക്കും? എനിവൺ? ആരും പറഞ്ഞില്ലല്ലോ. എന്തൊക്കെയാണ് ഫെഡറൽ ഫീച്ചേഴ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്? എനി ഐഡിയ? ഓക്കെ, ഫെഡറൽ ഫീച്ചേഴ്സിന്റെ പ്രത്യേകത എന്തൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നെന്താണ്? ഓക്കെ, നോക്കട്ടെ. റിജിഡ് ആൻഡ് ഫ്ലെക്സിബിൾ. നോക്കാം. റിജിഡ് ആൻഡ് ഫ്ലെക്സിബിൾ എന്ന് പറയുന്നുണ്ട്. പിന്നെ ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? ഡ്യുവൽ ഗവൺമെന്റ് ആണ്. ഒന്നാമത്തെ പ്രത്യേകത എന്താണ്? ഡ്യുവൽ ഗവൺമെന്റ് ആണ്. രണ്ടാമത്തെ പ്രത്യേകത എന്താണ്? റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും. ഓക്കെ, രണ്ടാമത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. ആൻഡ് മൂന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? ഡിവിഷൻ ഓഫ് പവേഴ്സ് ആണ്. ഓക്കെ, ഡിവിഷൻ ഓഫ് പവേഴ്സ്. അധികാരങ്ങളെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? വിഭജിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്? സുപ്രീമസി ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. അതായത് ഒരു രാജ്യത്തെ ഏറ്റവും വലുത് എന്ന് വിളിക്കുന്നത് എന്തായിരിക്കും? ഭരണഘടനയായിരിക്കും. ആൻഡ് പിന്നെ വരുന്നതാണ് റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ. അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ എന്തായിരിക്കും? റിജിഡ് ആയിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂഷൻ എന്തായിരിക്കും? റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും. ആൻഡ് ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി. ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി, സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന എന്താണ്? നീതിന്യായ വിഭാഗമായിരിക്കും ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ എന്തായിരിക്കും? ബൈ ക്യാമറൽ ലെജിസ്ലേച്ചർ. ബൈ ക്യാമറൽ ലെജിസ്ലേച്ചർ, അതായത് പാർലമെന്റ് എന്തുണ്ടായിരിക്കും? 2 സഭകൾ ഉണ്ടായിരിക്കും. ഓക്കെ, ഇതൊക്കെയാണ് ഏതിന്റെ ഫീച്ചർ എന്ന് വിളിക്കുന്നത്? ഇതിന്റെ ഫീച്ചർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഫെഡറൽ യൂണിറ്ററി. ഓക്കെ, യെസ്, പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ്. യെസ്, അതൊക്കെ ഇതിന്റെ പ്രത്യേകതയാണ്. നമ്മുടെ ഫെഡറൽ ഫീച്ചേഴ്സിന്റെ എന്താണ് പ്രത്യേകത? അപ്പൊ ചോദിക്കാം, എന്തൊക്കെയാണ് ഫെഡറൽ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ യൂണിറ്ററി ഫീച്ചേഴ്സ് എന്നൊക്കെ എന്ത് ചെയ്യാം, ചോദിക്കാം. ഇതെന്ത് ചെയ്യാം, ജസ്റ്റ് ആലോചിച്ച് വെക്കാം ഈ കറണ്ട് അഫയേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട്. ക്ലിയർ? നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്? ഭാരത് രത്ന ഫോർ ഫോർമർ ബീഹാർ CM കർപ്പൂരി താക്കർ. ഓക്കെ, അദ്ദേഹത്തിന് എന്ത് കിട്ടിയിട്ടുണ്ട്? ഫോർമർ CM ഓഫ് ബീഹാറിന് എന്ത് ചെയ്തിട്ടുണ്ട്? ഭാരത് രത്ന കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് ന്യൂസ്. ഓക്കെ, ദ്രൗപദി മുർമു എന്ത് ചെയ്തിട്ടുണ്ട്? ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് എന്താണ് ന്യൂസായി വരുന്നത്. അദ്ദേഹത്തിന്റെ പ്രൊഫൈൽ നോക്കാം. അദ്ദേഹം എന്താണ്? ഒരു സോഷ്യലിസ്റ്റ് ലീഡർ ആയിരുന്നു. അതുപോലെ തന്നെ എന്താണ്? അഡ്വക്കേറ്റ് ആയിരുന്നു. മാർജിനലൈസ്ഡ് പീപ്പിൾസിന്റെ എന്താണ്? അഡ്വക്കേറ്റ് ആയിരുന്നു. അതുപോലെ തന്നെ 2 വട്ടം ബീഹാറിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ചീഫ് മിനിസ്റ്റർ ആയിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ബോൺ ടു മാർജിനൽ ഫേമർ താക്കോസ് ലെഗൻസി ഈസ് റൂട്ടഡ് ഇൻ ഡെഡിക്കേഷൻ ടു സോഷ്യൽ ജസ്റ്റിസ്. അതുപോലെ തന്നെ മാർജിനൽ ഫാമർ ആയിരുന്നു അദ്ദേഹം. എന്താണ്? സോഷ്യൽ ജസ്റ്റിസിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഫൈറ്റ് ചെയ്തത്. അതുപോലെ തന്നെ 1977 എന്താണ്? ചീഫ് മിനിസ്റ്റീരിയൽഷിപ്പ്, അതുപോലെ തന്നെ മുൻകൈ ലാൻഡ് കമ്മീഷനിൽ, അതുപോലെ തന്നെ ഇദ്ദേഹം ഇന്ന് റെക്കമെൻഡ് ചെയ്യുന്ന എന്താണ്? റീക്ലാസിഫിക്കേഷൻ ഓഫ് ബാക്ക്വേർഡ് ക്ലാസസ്. ഇതൊക്കെ എന്താണ്? അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളാണ്. പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്? 1978 എന്ത് ചെയ്യുന്നുണ്ട്? ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. 26% റിസർവേഷൻ എന്ത് ചെയ്യുന്നുണ്ട്? ബീഹാർ ഗവൺമെന്റ് സർവീസസിലൊക്കെ കൊടുക്കുന്നത് ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ്. അതുപോലെ തന്നെ എന്താണ്? മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് സിഗ്നിഫിക്കന്റ്ലി ഇമ്പാക്റ്റഡ് ദ പൊളിറ്റിക്കൽ ലാൻഡ്സ്കേപ്പ് ഇൻ ദ 1990s. ഇദ്ദേഹത്തിന്റെ 1990കളിലെ മണ്ഡൽ കമ്മീഷന്റെ റെക്കമെൻഡേഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്? ഇദ്ദേഹത്തെ വലിയ രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഇമ്പാക്ട് ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ കണ്ടംപററി പൊളിറ്റിക്സിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഇദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻസ് ഉണ്ടായിട്ടുണ്ട്.
അതുപോലെ തന്നെ ദ നിതീഷ് കുമാർ യൂട്ടിലൈസിങ് എന്താണ് കർപ്പൂരി താക്കൂർ ഫോർമുല കാറ്റഗറൈസ് ബാക്ക്വേർഡ് ക്ലാസ്സസ് എന്നുള്ള രീതിയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഓൾറെഡി നമുക്ക് ആർക്കൊക്കെ ഇത്തരം അവാർഡ്സ് കിട്ടിയെന്ന് ഓൾറെഡി നമ്മുടെ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് ഞാൻ വീണ്ടും എന്ത് ചെയ്യുന്നില്ല, പറയുന്നില്ല. നെക്സ്റ്റ് വൺ ആണ് ഇത് ജൽ ജീവൻ മിഷൻ. ഓക്കെ, in just 2 years the Jal Jeevan mission has brought about a revolutionary change in the India's providing tap water to 70% of the households. അതായത് ജൽ ജീവൻ മിഷന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, 73% ഹൗസ് ഹോൾഡ്സിന് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ടാപ്പ് വാട്ടർ കണക്ഷൻസ് പ്രൊവൈഡ് ചെയ്തു എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് ന്യൂസിൽ വരുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. 2019 എന്ത് ചെയ്യുന്നത്, ഇത് ലോഞ്ച് ചെയ്യുന്ന UN സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ 6 ഇതിനെക്കുറിച്ച് പറയുന്നത്, ഇതിനെക്കുറിച്ച് പറയുന്നതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, ഉദാഹരണമായിട്ട് എല്ലാവരിലേക്കും എന്ത് ചെയ്യുക, വാട്ടർ കണക്ഷൻസ് എത്തിക്കുക എന്നുള്ളതൊക്കെയാണ് ഇതിന്റെ ലക്ഷ്യം. ഇതിന്റെ ലക്ഷ്യം അതുപോലെ തന്നെ എന്താണ്, ഉദാഹരണമായിട്ട് ബോർഡറിലൊക്കെ വെള്ളം കിട്ടാതെ ആളുകൾ മരിക്കുന്നുണ്ട്, അതൊക്കെ എന്ത് ചെയ്യുക, ഇല്ലാതാക്കുക എന്നുള്ള ഇതിന്റെ ലക്ഷ്യമാണ്. ആൻഡ് ജൽ ജീവൻ മിഷൻ ആക്റ്റീവ്ലി ഇൻവോൾവ്സ് ദ കമ്മ്യൂണിറ്റീസ്, empowering women and engaging the youth. Notably, it generates substantial employment and ensures transparency through the real-time monitoring. അതുപോലെ തന്നെ എന്താണ്, റിയൽ ടൈം മോണിറ്ററിംഗ് ഇതിന്റെ ലക്ഷ്യമാണ്, ജൽ ജീവന്റെ എന്താണ് ഇതിന്റെ ലക്ഷ്യമാണ്. അതുപോലെ തന്നെ എന്താണ്, സബ്സ്റ്റാൻഷ്യൽ എംപ്ലോയ്മെന്റ് എന്ത് ചെയ്യുക, ഉറപ്പുവരുത്തുക എന്നുള്ളത് ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്ന രീതികളാണ്. ചിലപ്പോൾ ചോദിക്കാം UN സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് എന്താണെന്ന് ചോദിക്കാം. 17 ഡെവലപ്മെന്റ് ഗോൾസ് ആണ് UN ഉള്ള. ഉദാഹരണമായിട്ട് നോ പോവർട്ടി, അതുപോലെ തന്നെ എന്താണ് സീറോ ഹങ്കർ, ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽബീയിങ്, ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ, ജെൻഡർ ഈക്വാലിറ്റി, അതുപോലെ തന്നെ എന്താണ് ക്ലീൻ വാട്ടർ ആൻഡ് സാനിറ്റൈസേഷൻ, അഫോർഡബിൾ ആൻഡ് ക്ലീൻ എനർജി, ഡീസന്റ് വർക്ക് ആൻഡ് എക്കോണമിക് ഗ്രോത്ത്, ഇൻഡസ്ട്രി ആൻഡ് ഇന്നോവേഷൻ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ, അതുപോലെ തന്നെ റെഡ്യൂസ്ഡ് ഇൻഇക്വാലിറ്റീസ്, സസ്റ്റൈനബിൾ സിറ്റീസ് ആൻഡ് കമ്മ്യൂണിറ്റീസ്, അതുപോലെ തന്നെ റെസ്പോൺസിബിൾ കൺസംഷൻ ആൻഡ് പ്രൊഡക്ഷൻ, ക്ലൈമറ്റ് ആക്ഷൻ, ലൈഫ് ബിലോ വാട്ടർ, ലൈഫ് ഓൺ ലാൻഡ്, പീസ്, ജസ്റ്റിസ് ആൻഡ് സ്ട്രോങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പാർട്ട്ണർഷിപ്പ് ഫോർ ഗോൾസ്. ഇങ്ങനെ 17 ഗോൾസ് ആണ് UN ഉള്ളത്. അതിൽ 6ാമത്തെ ഗോളാണ് ഏതെന്ന് വിളിക്കുന്നത്, ക്ലീൻ വാട്ടർ ആൻഡ് സാനിറ്റൈസേഷൻ എന്നുള്ള പേരിൽ എന്ത് ചെയ്യുന്ന കാണുന്നത്. ക്ലിയർ. നെക്സ്റ്റ് വൺ ആണ് ഏത്, സാപ്പിൻഡ മാരേജസ്. ഡൽഹി ഹൈക്കോർട്ട് upheld the validity of Section 5 of the Hindu Marriage Act MHMA 1955, which prohibits Sapinda marriages unless sanctioned by usage or custom. എന്താണ് ഇതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. എന്താണ് പറയുന്നത്, 2 individuals are considered Sapindas if one is direct ancestor of the other within the specified Sapinda limits, or if they have common lineal ancestor who within the limits of Sapinda relationship. Sapinda relationship extends up to the 3rd generation through the mother's line and the 5th generation through the father's line. ഓക്കെ, ഇതിനെയാണ് സാപ്പിൻഡ മാരേജസ് എന്ന് വിളിക്കുന്നത്. ഇവിടെ വന്നിരിക്കുന്ന ഒരു നോസ് എന്താണ്, ഡൽഹി ഹൈക്കോർട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാരേജിനെ കുറിച്ചല്ല, അല്ലെങ്കിൽ ഈ കസ്റ്റംസിനെ കുറിച്ചല്ല. ഇവിടെ നമ്മൾ പഠിക്കേണ്ട പോയിന്റ് എന്താണ്, ഹിന്ദു മാരേജ് ആക്ട് ആണ്. ഓക്കെ, ചിലപ്പോൾ ചോദിക്കാം ഏത് വർഷമാണ് ഹിന്ദു മാരേജ് ആക്ട് വന്ന്, അല്ലെങ്കിൽ ഏത് വർഷമാണ് സ്പെഷ്യൽ മാരേജ് ആക്ട് വന്നൊക്കെ എന്ത് ചെയ്യാം, ചോദ്യം ചോദിക്കാൻ സാധ്യതയുള്ള മേഖലയാണ്. ക്ലിയർ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് ഈ വീക്കിൽ കറണ്ട് അഫയേഴ്സ് വന്നിട്ടുള്ളതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. ക്ലിയർ. എനി ഡൗട്ട്സ്?